ഇവിടെ തൊട്ടു മുൻപ് ചതുർത്ഥ സ്കന്ധത്തിലെ ധ്രുവചരിതം അതിമനോഹരമായി ഭക്തിയുടെയും തപശ്ചര്യകളുടെയും ജ്ഞാനത്തിൻ്റെയും സമന്വയമായ ഒരു വിവരണം നാം ഇവിടെ ശ്രവിക്കുകയുണ്ടായി. ഭഗവത് ഉപാസന എന്നത് ഏത് വിധത്തിലാണ് നാം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത് എന്നതിന് വളരെ ഏറ്റവും ഉത്തമമായ ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു പ്രകരണമാണ് യഥാർത്ഥത്തിൽ ധ്രുവചരിതം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പൃഥുചരിതം, പൃഥുവിൻ്റെ ജീവിതം നമ്മൾ കാണുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ സ്കന്ധത്തിൽ അവതാരങ്ങളെക്കുറിച്ച് സുദീർഘമായി ഒരധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. മൂന്നാമത്തെ അധ്യായത്തിൽ സുദീർഘമായി ഭഗവത് അവതാരങ്ങളെക്കുറിച്ച് അക്കമിട്ട് നിരത്തി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ഈ 9ാമത്തെ അവതാരമായ അവതാരക്രമമനുസരിച്ച് ഭാഗവതം അവതരിപ്പിക്കുന്ന ഈശ്വരീയമായ അവതാര വിശേഷങ്ങളുടെ ക്രമമനുസരിച്ച് 9ാമത്തേതായി നാം കാണുന്നത് പൃഥുവിനെയാണ്. ഈ അവതാരങ്ങളെല്ലാം നാം വിലയിരുത്തി വിശകലനം ചെയ്ത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഭാരതം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായ ഒരു ജീവിതക്രമത്തെ ഈ അവതാരക്രമം, അതായത് ഈ ഭാഗവതത്തിൽ പറയുന്ന അവതാരക്രമം പ്രതിനിധീകരിക്കുന്നതായി കാണാം. സനകാദി മഹർഷിമാര് മുതൽ ഏതാണ്ട് കലി കഴിഞ്ഞ് ഹംസാവതാരവും കൂടി ചേർത്ത് 22ഓളം അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ അവതാരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലെ ആവിഷ്കാരങ്ങളാണെന്ന് നമുക്ക് ബോധ്യം വരും. ഇതിലെല്ലാം ഈ അവതരണങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഭാരതം അവതരിപ്പിച്ച ജീവിതക്രമത്തെയാണ്. ജനനം മുതൽ മരണം വരെയുള്ള ഈ ജീവിതമെന്ന ഈ ഒരവസരം അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം കൃത്യമായി 4 വിഭാഗങ്ങളായി അവർ തരംതിരിച്ചു. അതിൽ ആദ്യത്തെ ഘട്ടം അറിവ് നേടുന്നതിനും ആ നേടിയ അറിവിനെ തപസ്സിലൂടെ അതിനെ സമ്പുഷ്ടമാക്കുന്നതിനും തുടർന്ന് തൻ്റെ മുന്നോട്ടുള്ള ജീവിതയാത്ര ഏതു തരത്തിലായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിനും അത് രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു കാലമായി ഋഷിവര്യന്മാർ ലോകത്തോട് ഉപദേശിക്കുകയുണ്ടായി. അതിനെ ബ്രഹ്മചര്യ ആശ്രമം എന്ന് പേര് ചൊല്ലി വിശേഷിപ്പിച്ചു. രണ്ടാമത്തേത് നേടിയ അറിവും ലഭിച്ച പരിചയസമ്പത്തും ഉൾക്കാഴ്ചകളും തൻ്റെ ചുറ്റുപാടുകളിലുള്ള അവസരങ്ങളും സാധ്യതകളുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിതം എന്ന കർമ്മരംഗത്തെ ഏറ്റവും മനോഹരമായി ഏറ്റവും വിപുലമായി ആവിഷ്കരിക്കുക എന്ന രണ്ടാമത്തെ ഘട്ടത്തെ അവർ ഗൃഹസ്ഥാശ്രമം എന്നും വിശേഷിപ്പിച്ചു. മൂന്നാമത്തേത് വാനപ്രസ്ഥവും 4ാമത്തേത് സന്യാസവുമായി അവർ തരംതിരിച്ച് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം ഈ 4 ആശ്രമങ്ങളിലൂടെ കടന്നുപോയി മനുഷ്യജന്മം പൂർണ്ണതയെ പ്രാപിക്കേണ്ടതിന് കൃത്യമായ ദിശാബോധവും ഒപ്പം അത് നിർവഹിക്കേണ്ടതിൻ്റെ രീതിവിധാനങ്ങളും വളരെ പ്രായോഗിക ക്ഷമതയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു വിവരണം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഈ ചതുർത്ഥ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ പൃഥു 9ാമത്തെ അവതാരം. പൃഥു എന്നത് വാസ്തവത്തിൽ നമ്മുടെ കർമ്മങ്ങളുടെ വിപുലമായ ആവിഷ്കാരത്തിൻ്റെ പ്രതീകമാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ നിയതി അഥവാ പ്രകൃതിയെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ സമ്മാനിക്കുന്ന വിവിധങ്ങളായ സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും അവസരങ്ങളെയും എങ്ങനെ ഏറ്റവും കാര്യക്ഷമമായി ഫലപ്രദമായി ദീർഘവീക്ഷണത്തോടുകൂടി കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാം എന്നതിൻ്റെ മാതൃകാപാഠങ്ങൾ മനുഷ്യജീവിതത്തോട് ചേർത്ത് വെച്ച് പങ്കുവയ്ക്കുന്നതിൽ പൃഥു എന്തുകൊണ്ടും നമുക്ക് അനുകരണീയനാണ്. ഒരു ഉത്തമ ഭരണാധികാരി എങ്ങനെയായിരിക്കണം, ഒരു ഉത്തമ ഗൃഹസ്ഥൻ എങ്ങനെയായിരിക്കണം, എല്ലാ വിശിഷ്ട ഗുണങ്ങളും തികഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുക എന്നതിനെക്കുറിച്ച് മനോഹരമായ ഒരു ആവിഷ്കാരം, ഒരു ആഖ്യാനം ഈ പൃഥുവിൻ്റെ ജീവിതത്തിലൂടെ നാം നോക്കിക്കാണേണ്ടതുണ്ട്. പൃഥുവിൻ്റെ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ധ്രുവൻ്റെ വംശാവലിയെക്കുറിച്ച് കുറേയേറെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെക്കുറിച്ച് കുറേ പേരെ പറഞ്ഞതിന് ശേഷം പിന്നീട് അംഗരാജാവിൻ്റെ പുത്രനായി ജനിക്കുന്ന വേനനെക്കുറിച്ചും പറയുന്നുണ്ട്. ദീർഘകാലം സന്താനങ്ങളില്ലാത്തതിൻ്റെ പരിഹാരമായി നിരവധി വൈദിക കർമ്മങ്ങൾ ശ്രദ്ധയോടെ ആചരിച്ചതിന് ശേഷമുണ്ടായ പുത്രൻ വേനൻ എല്ലാ ധർമ്മവ്യവസ്ഥകൾക്കും വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തത്. നമുക്കതൊരു വിരോധാഭാസമായി തോന്നാം. യജ്ഞയാഗങ്ങളൊക്കെ വളരെ കൃത്യതയോടെ നിർവഹിച്ചിട്ടും അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ ഒരു സന്തതിയിൽ എങ്ങനെയാണ് ഇങ്ങനെ വിരുദ്ധമായ രീതികളും ചെയ്തികളും ചിന്തകളും പ്രവൃത്തികളുമൊക്കെ ഉണ്ടാകുക എന്നൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകാം.
ഇതൊക്കെ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയങ്ങളായതുകൊണ്ട് നമ്മൾ തത്കാലം അതിലേക്ക് പോകുന്നില്ല. ഏറെ സമയം വേണ്ടിവരും അതിനെക്കുറിച്ച് നമുക്ക് വിസ്തരിച്ച് പൂർത്തീകരിക്കാൻ. നമുക്ക് വിഷയം അതല്ലല്ലോ. അപ്പോൾ അംഗരാജാവ് അച്ഛൻ ഈ വേനൻ്റെ പ്രവൃത്തി കൊണ്ട് വളരെ ദുഃഖിതനായി, സഹിക്കവയ്യാതെയായി. ഇപ്പോഴും പല രക്ഷിതാക്കളും മക്കളെക്കുറിച്ച് പറയുന്ന പരാതികളും വിഷമതകളും നമ്മളിന്നും കേൾക്കുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, പിന്നെ വിദ്യാഭ്യാസമുണ്ട്. എന്നാലും മക്കളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് പറയാൻ ഒട്ടേറെ പരിവേദനങ്ങളും പരാതികളുമേ ഉള്ളൂ. അപ്പോൾ മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ സന്താനങ്ങൾ ജീവിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന് വന്നാൽ രക്ഷിതാക്കളെ സംബന്ധിച്ചത് വലിയ നിരാശയും വലിയ ഒരു പ്രതിസന്ധിയും വലിയ ഒരു ജീവിതത്തിലെ വലിയൊരു നഷ്ടബോധവും നിരാശയുമായിട്ടൊക്കെ മാറും. അപ്പോൾ ഉത്തമ സന്താനങ്ങൾക്ക് ജന്മം നൽകുന്നതിന് രക്ഷിതാക്കൾ എത്രത്തോളം ഏതെല്ലാം വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതെങ്ങനെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പലയിടങ്ങളിലും പല വിവരണങ്ങളും നമുക്ക് കാണാം. അപ്പം നമ്മുടെ സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ ഇന്ന് ധാരാളം മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഭൗതികമായി നാം അനുഭവിക്കുന്നുണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷത്തിന് വേണ്ടിയുള്ള രംഗവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മനുഷ്യജീവിതം ഏറെക്കുറെ അസ്വസ്ഥതയിലും നിരാശയിലും അരക്ഷിതാവസ്ഥയിലും കടന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നുണ്ട്. പണവും വിദ്യാഭ്യാസവും പലവിധത്തിലുള്ള യോഗ്യതകളും അധികാരവും സമ്പത്തും എല്ലാം, ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് ഭൗതിക ശാസ്ത്രവും ആധുനിക ലോകവും സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും അതിലൂടെയെല്ലാം കടന്നു പോകുന്ന ജീവിതം ഏറെക്കുറെ നിരാശാപൂർണവും ഉദ്വേഗജനകവും അതിലേറെ ആശങ്കയും ഭയവും ജനിപ്പിക്കുന്നതായി നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം കടന്നു വരുന്നു? ഇത്രയധികം അറിവിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രാവബോധത്തിൻ്റെ ഉന്നതി നിൽക്കുന്ന ഒരു കാലത്ത് അവിടെ പിറന്നു വീഴുന്ന സന്തതികൾ എന്തുകൊണ്ട് ലോകത്തിന്, സമൂഹത്തിന്, വരും തലമുറകൾക്ക് ഭീഷണിയായി മാറുന്നു? അവരുടെ ചിന്താഗതികളിലും അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ സംസാര രീതിയിലും അവരുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം എന്തുകൊണ്ട് ഇത്രയും കടുത്ത വൈരുദ്ധ്യങ്ങൾ, ധാർമ്മികമായ വ്യവസ്ഥയ്ക്ക് വിരോധമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഉണരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നാം വളരെയേറെ അതിന് പരിഹാരം ആഴത്തിൽ ചിന്തിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ഉപരിപ്ലവമായ ഏതെങ്കിലും നിയമങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ട് മാത്രം ഇതിന് ഒരു പരിഹാരമാകില്ല. നിയമങ്ങൾ ഏർപ്പെടുത്തുന്ന മനുഷ്യൻ അതിനെ അതിജീവിക്കാനും അതിനെ അതിക്രമിക്കാനുള്ള വഴികൾ വേറെ കണ്ടെത്തും. അപ്പോൾ ഇവിടെ ഭാരതം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച വിശിഷ്ടമായ പദമാണ് ധർമ്മം. ആ ധർമ്മം ഏതെല്ലാം തലങ്ങളിൽ, ഏതെല്ലാം നിലകളിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിൽ മനുഷ്യൻ എന്ന ഈ വിഭാഗം, ഭൂമിയിലെ മനുഷ്യൻ എന്ന വിഭാഗം എത്രത്തോളം ജാഗ്രതയും സൂക്ഷ്മതയും കൃത്യതയും പുലർത്തേണ്ടതുണ്ട് എന്ന് വളരെ വിശദമായി, കൂലംകഷമായി ഈ കഥകളിലൂടെയൊക്കെ മഹർഷി വ്യാസദേവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി വ്യാസന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ അറിയാമല്ലോ. പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായി പിറന്ന വ്യാസന്റെ സന്തതികൾക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ വിഫലമായ തപസ്സിൻ്റെ ഒരു 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 പരിണിത ഫലമായി ധൃതരാഷ്ട്ര മഹാരാജാവിനെയും പാണ്ഡുവിനെയൊക്കെ നമുക്ക് അവിടെ പഠിക്കേണ്ടി വരും. അപ്പം ഇവിടെ ഈ വേനൻ എല്ലാറ്റിനും വിരുദ്ധമായിട്ടാണ്, ധർമ്മത്തിന് മുഴുവൻ വിരുദ്ധമായി പ്രവർത്തിച്ച സമയത്ത് മാതാപിതാക്കൾക്ക് പോലും അവനെ നിയന്ത്രിക്കാനോ നെറുവഴി നടത്താനോ സാധിച്ചില്ല. അവസാനം അയാളുടെ കൈകളിലേക്ക് അധികാരത്തിൻ്റെ ദണ്ട് വരികയും ഇതുവരെ ഈ നാട് ആർജിച്ച എല്ലാവിധ സാമ്പത്തികവും ഭൗതികവുമായ നേട്ടങ്ങളെല്ലാം തമസ്കരിച്ചുകൊണ്ടും അതിനെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടുമാണ് വേനൻ തൻ്റെ ദുർഭരണം നടത്തിയത്. എല്ലായിടങ്ങളിലും അസമാധാനവും അസ്വസ്ഥതകളും അസന്തുഷ്ടിയും അരക്ഷിതാവസ്ഥയും നൽകിക്കൊണ്ട് വേനൻ തൻ്റെ സ്വാർത്ഥതയിലും സന്തോഷത്തിലും സുഖലോലുപതയിലും തൻ്റെ മൂഢമായ വിശ്വാസങ്ങളിലും സങ്കല്പങ്ങളിലും മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ചിത്രം അവിടെ വ്യാസമഹർഷി വരച്ച് കാട്ടുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രത്തെ നയിക്കുന്ന ഭരണാധികാരി, അന്നത്തെ കാലത്തെ രാജാവ്, ഇന്നത്തെ കാലത്തെ ഭരണാധികാരി എത്രമാത്രം ധർമ്മവിരുദ്ധമായി, സത്യവിരുദ്ധമായി, ന്യായവിരുദ്ധമായി, സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് സങ്കുചിത മനസ്ഥിതിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ദുരിതം, അതിൻ്റെ എല്ലാം പരിണിതഫലം ആ പ്രജകൾക്ക് എല്ലാ കാലവും വന്നു ചേരുമെന്നതിൻ്റെ ഒരു സൂചന അവിടെ നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ദുർഭരണത്തിൽ കുറേ കാലം ഈ ഭൂമി, ഈ പൃഥ്വി അടങ്ങി അതിൻ്റെ ആ ഒരു അടിച്ചമർത്തലിൻ്റെ ആ ഒരു ഭീകരമായ വൈഷമ്യത്തിൽ ഭൂമിദേവി പോലും ജീവിക്കുന്ന ഒരു കാലം.
രാഷ്ട്രത്തെ എന്ന് മാത്രമല്ല, ഏതൊരു സംവിധാനത്തെയും നിയന്ത്രിക്കുന്ന, ഏതൊരു സംവിധാനത്തെയും നയിക്കുന്ന അതിൻ്റെ ചാലക ശക്തികൾ ധർമ്മത്തിനും ന്യായത്തിനും അതുപോലെ അധ്യാത്മ മൂല്യങ്ങൾക്കും വില കൽപ്പിക്കുന്നില്ലയോ, അവിടെയെല്ലാം അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകുന്നത് ഇത്തരം ദുഃഖദുരിതാദികളായിരിക്കും. അത് കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം, പ്രസ്ഥാനങ്ങളിലാകാം, സംഘടനകളിലാകാം, സർവോപരി രാഷ്ട്രത്തിലോ സമൂഹത്തിലോ ഒക്കെ ആകാം. അപ്പോൾ ഇങ്ങനെ കുറ്റമറ്റൊരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ അതിനൊരു വ്യക്തി എത്രമാത്രം ഉണർന്ന് ദീർഘമായി ചിന്തിക്കുന്നവനായിരിക്കണം. അപ്പോൾ അതിൻ്റെ കൃത്യമായ മാർഗരേഖകൾ ഒരു വ്യക്തിയിൽ, ഒരു സമാജത്തെ നിയന്ത്രിക്കാനും സാമൂഹിക വ്യവസ്ഥകളെ പരിപാലിക്കാനും ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുവാനും ഒരു വ്യക്തിയിൽ ചേർന്ന് നിൽക്കേണ്ട ഗുണമൂല്യ സവിശേഷതകൾ അഥവാ ഗുണമഹിമകൾ എന്തൊക്കെയാണെന്ന് ഋഷി അടിവരയിട്ട് പറയുന്നു. ആ അക്കമിട്ട് പറയുന്ന ഈ വിശിഷ്ട യോഗ്യതകളെയൊക്കെ ഒരു മനുഷ്യനോട് ചേർത്ത് വെച്ചാൽ ആ മനുഷ്യനെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ പൃഥു എന്ന് വിശേഷിപ്പിക്കാം. അപ്പം കർമ്മത്തിൻ്റെ അനന്തമായ സാധ്യതകളെ തിരിച്ചറിയുകയും അത് കാര്യക്ഷമമായി സ്വന്തം കരുത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യ സമൂഹത്തെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു ശ്രേഷ്ഠമായ ഒരു വ്യവസ്ഥയെ ഇവിടെ പൃഥുവിൻ്റെ ജീവിതം അനാവരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ വേനൻ്റെ ദുർഭരണം കൊണ്ട് ഭൂമി വളരെ ദുഃഖിതയായി. പ്രജകൾക്കൊക്കെ, പ്രത്യേകിച്ച് സജ്ജനങ്ങൾക്ക്, സാധുക്കൾക്ക്, മര്യാദാനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവർക്കൊക്കെ വളരെയധികം ഭീഷണിയായി ധ്രുവൻ്റെ ഓരോ നടപടികളും നീക്കങ്ങളും. അപ്പോൾ അവരെ പോലും ലോകക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സാധുക്കൾക്ക് പോലും ഭയപ്പാടുണ്ടാക്കുന്ന വിധത്തിലുള്ള നടപടികളായിരുന്നു ഈ വേനൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും സമൂഹത്തിൽ ധർമ്മം നിലനിൽക്കണം, ജനങ്ങൾക്ക് അതുകൊണ്ട് ക്ഷേമമുണ്ടാകണം, സമാജത്തിൽ സമാധാനവും ശാന്തിയും എപ്പോഴും പുലരണം, സമൂഹം ആർജിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും, എല്ലാ മേന്മകളെയും, എല്ലാ ഭൗതികമായ നേട്ടങ്ങളെയും പരിപാലിച്ചും പരിപോഷിപ്പിച്ചും അതിനെ കൈമാറിയുമുള്ള ഒരു വ്യവസ്ഥയിലൂടെ ഈ ഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനം മുന്നോട്ട് ചലിക്കണം. അതിനുവേണ്ടി ഉചിതമായി ഇടപെടുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് സമാജത്തിൽ എപ്പോഴും ഈ ധർമ്മസ്നേഹികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ വേനൻ്റെ കാര്യത്തിലും അത് സംഭവിച്ചിരുന്നു. വേനൻ്റെ ഈ ദുഷ്ചെയ്തികളൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി അയാൾക്ക് ധാർമ്മികമായ ഉപദേശം നൽകി. ഒരു ഭരണാധികാരി എത്രത്തോളം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം, ഒരു ഭരണാധികാരിയിൽ നിലനിൽക്കേണ്ട സവിശേഷവും ഉത്കൃഷ്ടവുമായ മൂല്യബോധമെന്ത്, ചിന്താധാര എന്ത്, അതിനെ പ്രാവർത്തികമാക്കേണ്ട വ്യവസ്ഥകൾ എന്തെന്നൊക്കെ ഒരു സാരോപദേശത്തിൻ്റെ രീതിയിൽ സൗമ്യമായ ഭാഷയിൽ ശാന്തമായി തികഞ്ഞ തപപ്രഭാവത്തോട് ഉപദേശിക്കാൻ ഋഷിവര്യന്മാരൊക്കെ തയ്യാറായി. നമുക്കറിയാമല്ലോ, നമുക്കൊരാളെ നേരെയാക്കാൻ കുറേ കാര്യങ്ങൾ ഉപദേശിക്കാം, പറഞ്ഞു കൊടുക്കാം, അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. അവരുടെ ചെയ്തികൾക്കോ ആ ചെയ്തികൾക്ക് പിന്നിലുള്ള ചിന്താഗതികൾക്കോ കാലോചിതമായ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ശാസ്ത്രവിരുദ്ധത അതിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, ധർമ്മം എന്ന വിശിഷ്ട മൂല്യത്തിന് അതിൽ യാതൊരു പ്രാധാന്യവുമില്ല എങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും എപ്പോഴും നമ്മുടെ ഭാരതത്തിൽ ആധ്യാത്മിക ആചാര്യന്മാർ അല്ലെങ്കിൽ തപസ്വികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരുടെ വാക്കുകൾക്ക് വില നൽകാതിരിക്കുക, അവരുടെ വാണികളെ ശ്രവിക്കാതിരിക്കുക, തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുക, സ്വാർത്ഥമതികളായിരിക്കുക, രാജ്യത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ ജനങ്ങൾക്കതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്ന ഒരു ദുർഭരണത്തെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യുക? ആരാണ് ഇതിന് നമ്മൾ പറയാറുണ്ടല്ലോ, ആരാണ് ഈ പൂച്ചയ്ക്ക് മണികെട്ടുക? കാരണം എല്ലായിടവും ആധിപത്യം സ്ഥാപിച്ച് തൻ്റെ ദുർഭരണമെന്ന് നമ്മൾ പറയുമ്പോഴും തൻ്റെ ഭരണനിർവഹണമാണ് ഏറ്റവും ശരിയെന്ന നിലയിൽ തൻ്റെ ചിന്തകളും തൻ്റെ പ്രവൃത്തികളും തൻ്റെ കാഴ്ചപ്പാടുകളും താൻ കൊണ്ടുവരുന്ന നിയമ നടപടികളും മാത്രമാണ് ശരിയെന്ന വിധത്തിൽ ഈ ഭൂപരിപാലനം നടത്തുന്ന വേനനെ ആര് തിരുത്തും? ആര് തെറ്റ് ചൂണ്ടിക്കാണിക്കും? ആര് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും? ആര് പറഞ്ഞാൽ അനുസരിക്കും? ഇങ്ങനെയുള്ള ദുസ്ഥിതി എക്കാലവും ഭൂമിയിൽ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ പല കാലങ്ങൾ അതിന് സാക്ഷികളുമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥിതിയിൽ എന്താണ് ഇതിന് പ്രതിവിധി? ആരാണിങ്ങനെ ഇതിലൊരു ഇടപെടൽ നടത്തുക? എന്ത് പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഇവിടെ ഭാഗവതം അതിനൊരു പ്രതിവിധിയായി പറയണത്, ഈ മഹർഷിമാർ തന്നെ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചെവിക്കൊള്ളാതെ തൻ്റെ സങ്കുചിതമായ ചിന്താഗതികളിൽ മാത്രം ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഈ വേനനെ അവർ ശപിച്ച് ഹുംകാര ശബ്ദത്തിൽ ഇല്ലായ്മ ചെയ്തു എന്നാണ് ഭാഗവതം പറയണത്. അപ്പം അവരുടെ ആ
സംയോജിതമായ ഇടപെടലിൻ്റെ നന്മ കാണാതെ അതിനെപ്പോലും നിന്ദ്യമായി കണ്ടുകൊണ്ട് തൻ്റെ തീരുമാനത്തിൽ, തൻ്റെ ദുഷിച്ച തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഈ വേനനെ തപസ്വികൾ, മഹാത്മാക്കൾ അവർ തന്നെ ശപിച്ചില്ലാതെയാക്കിയാണ്. അതോടെ വേനൻ്റെ ഭരണം വേനൻ്റെ ജീവിതം അസ്തമിച്ചു എന്നാണ്. പക്ഷേ തുടർച്ചയില്ല, പാരമ്പര്യം തുടരാൻ വേറെ ആളുകളില്ല. അപ്പോൾ സുനീത ഈ വേനൻ്റെ ശരീരത്തെ എണ്ണത്തോണിയിൽ സൂക്ഷിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മൃതശരീരം എണ്ണത്തോണിയിൽ സംരക്ഷിച്ചു എന്നൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. കുറേ കാലം രാജ്യത്ത് ഒരു അധിപനില്ലാതെ, പ്രജകൾക്കൊരു നാഥനില്ലാതെ രാജകൊട്ടാരം അനാഥമായി അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പ്രജാപരിപാലനത്തിനൊരു നേതൃത്വം ഇല്ലാതെ, നിയമ സംരക്ഷണത്തിന് ആളില്ലാതെ വന്നാൽ ഒരു രാജ്യം ശിഥിലമായി പല കടന്നുകയറ്റങ്ങളും ഉണ്ടാകും. ഉള്ളവർ തന്നെ ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പും നിലനിൽപ്പും നശിപ്പിക്കത്ത വിധത്തിൽ ദുഷ്ചെയ്തികൾക്ക് വിധേയരായിത്തീരും. അതുകൊണ്ട് പ്രജകളെ സംരക്ഷിക്കുകയും രാജ്യത്തിൻ്റെ സമ്പത്ത് കാത്തു സൂക്ഷിക്കുകയും രാജ്യത്ത് ഇതുവരെ പൂർവികർ ആർജിച്ചിട്ടുള്ള എല്ലാ വിഭവങ്ങളെയും, എല്ലാ സമൃദ്ധികളെയും ജനോപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനുള്ള നേതൃത്വവും നിർദ്ദേശവും ഇടപെടലും നടത്തുകയും ചെയ്തതിന് എപ്പോഴും ഭരണാധികാരി ഉണ്ടാകണം. പക്ഷേ വേനൻ്റെ അന്ത്യത്തോടുകൂടി ആ സാധ്യത അടയുകയാണ്. പിന്നെ എന്താണ് ചെയ്യുക? അപ്പോൾ അതിനൊരു പ്രതിവിധിയായി ഇവിടെ കാണുന്നത് യജ്ഞയാഗാദികളൊക്കെയാണ്. യജ്ഞവും യാഗവും ഒക്കെയാണ് അതിന് പ്രതിവിധിയായി അക്കാലത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യന് ജീവിതത്തിലോ അവൻ്റെ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും തകരാറുകളോ പിഴവോ കുറവോ സംഭവിക്കുമ്പോൾ അതെന്തെങ്കിലും ആശങ്കയോ ഉത്കണ്ഠയോ ഭയമോ ആയി മാറുന്ന സമയത്ത് അതിന് പ്രതിവിധിയായി, പരിഹാരമായി പല വിധത്തിലുള്ള വൈദിക കർമ്മങ്ങളെ നമ്മൾ സമീപിക്കാറുണ്ട്, സ്വീകരിക്കാറുണ്ട്. അല്ലേ? ജീവിതത്തിൽ നമുക്കറിയാം, മനസ്സിന് വിഷമമുണ്ടാകുന്ന, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഏതെങ്കിലും ഒരു അസന്ധിഗ്ധ ഘട്ടം വന്നു ചേരുന്ന സമയത്തൊക്കെ മനുഷ്യൻ്റെ മനസ്സ് വല്ലാതെ ഉലഞ്ഞു പോകും. ആ സമയത്ത് ഉചിതമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും വ്രതങ്ങളോ അനുഷ്ഠാനങ്ങളോ തപസ്സുകളോ തീർത്ഥയാത്രയോ സജ്ജനങ്ങളുമായുള്ള ഒരു സമ്പർക്കമോ ഒക്കെ പുലർത്തി തത്കാലം അതിന് ആശ്വാസം കണ്ടെത്തി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇവിടെയും എന്താണ് ഈ പ്രതിസന്ധിക്കൊരു പ്രതിവിധി എന്താണ്? അപ്പോൾ അതിൽ ഈ വേനൻ്റെ മൃതശരീരം, എണ്ണത്തോണിയിൽ സൂക്ഷിച്ചിരുന്ന വേനൻ്റെ മൃതശരീരം മഥനം ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ ആ മഥനത്തിൽ വേനൻ്റെ ശരീരത്തിലെ, ആ മൃതദേഹത്തിലെ തുടയുടെ ഭാഗത്തു നിന്ന് നിഷാദന്മാരെന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായി. പക്ഷേ അവരുടെ പ്രകൃതവും പ്രവൃത്തിയും ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഉയർന്ന ജീവിതത്തെ നിയന്ത്രിക്കാനും നയിക്കാനും പറ്റിയ ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വനജീവിതം തിരഞ്ഞെടുത്തു. വനത്തിലേക്ക് അവർ പ്രവേശിച്ചു, ഉൾവലിഞ്ഞു. പിന്നീട് വേനൻ്റെ ശരീരത്തിൽ 2 ഭാഗങ്ങളിൽ നിന്ന്, കൈകളിൽ നിന്ന് പൃഥുവും അർച്ചിസും ഉണ്ടാകുന്നതാണ് കഥയുടെ മറ്റൊരു വഴിത്തിരിവ്. അപ്പോൾ 2 പേരും ഈ വേന ശരീരത്തിൽ നിന്ന്, വേനൻ്റെ മൃതദേഹത്തിൽ നിന്ന് 2 കരങ്ങളിൽ നിന്ന് പൃഥുവും അർച്ചിസും, ഒരു പുരുഷനും ഒരു സ്ത്രീയും രൂപപ്പെടുന്നു, ജനിക്കുന്നു എന്നതാണ് കഥ പറയണത്. അപ്പോൾ 2 പേരും യോജിച്ച് നിന്നുകൊണ്ട് അവർ വിവാഹിതരാകുന്നു. അവരിലൂടെ ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ പ്രജകൾ അഭിവൃദ്ധിപ്പെടുന്നു. രാജ്യത്തിൻ്റെ ക്ഷേമമുയരുന്നു, യശസ് വർദ്ധിക്കുന്നു, സാമ്പത്തികമായ പുരോഗതി കൈവരുന്നു, അഭിവൃദ്ധിപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് ഭൗതികമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഈ ഭൂമിയെ നയിക്കാൻ, ഭൂമിയിലെ എല്ലാ വിഭവങ്ങളെയും സ്വാധീനമാക്കാൻ തക്ക ശേഷിയുള്ള, കർമ്മശേഷിയുള്ള, അതിനേക്കാൾ കർമ്മശേഷിക്കപ്പുറത്തേക്ക് തികഞ്ഞ അധ്യാത്മഗുണങ്ങളുള്ള, തപപ്രഭാവമുള്ള ഉത്തമ വ്യക്തിത്വമായ പൃഥുവിനെയാണ് ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നത്. പിന്നീട് പൃഥു എന്ന ശബ്ദം വളരെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് പൃഥ്വിയോട് ചേർന്ന് നിൽക്കുന്നു. പല കഥാപാത്രങ്ങളുടെയും പേരുകൾ പല തത്വചിന്തകളെയും പല മൂല്യങ്ങളെയും അവതരിപ്പിക്കാൻ വേണ്ടി കവികളായ മഹർഷിമാർ സ്വീകരിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആ കഥയിലും കഥാപാത്രത്തിലും മാത്രം മുഴുകി അതിൻ്റെ രസം ആസ്വദിച്ചു പോകുന്നതാണ് പതിവ്. അപ്പം ഭാഗവതം തത്വചിന്തയ്ക്കും മൂല്യനിർണയത്തിനും വിധേയമാക്കുന്ന സമയത്ത് ഈ കഥയും കഥാപാത്രങ്ങളും അതിലെ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിയമായി ഉയരുന്നതിനും അതോടൊപ്പം നമ്മുടെ സാമൂഹികവും ദേശീയവുമായ തലങ്ങളിൽ നമ്മുടെ കർമ്മത്തെ നിർവഹിക്കാനും ആവിഷ്കരിക്കാനുള്ള പ്രചോദനം നൽകുന്നവയാണ്. ഭാഗവതത്തിലുടനീളം അങ്ങനെ കാണാം. നമ്മുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന് അധ്യാത്മമായ പുരോഗതി, അധ്യാത്മമായ വളർച്ചാ വികാസങ്ങൾ. 2 ഭൗതികമായ ജീവിതത്തിൽ ഈ ജീവിതയാത്ര സുഗമമായി മുന്നോട്ട് പോകാൻ നേടേണ്ട പല വിഭവങ്ങളും സൗകര്യങ്ങളുമുണ്ട്. ഈ 2 തരത്തിലും സമർത്ഥരായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം.
അപ്പം രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഭാരതം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിന് ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും തനിക്ക് ഈ ലോകത്തുള്ള സ്ഥാനത്തെക്കുറിച്ചും തൻ്റെ സ്ഥിതിയെക്കുറിച്ചും തന്നിലുള്ള പ്ലസ് ആൻഡ് മൈനസ്, മേന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും നന്നായി അറിയുക, മനസ്സിലാക്കുക എന്നതാണ് ഒന്നാമത്തെ ഘട്ടം. പലപ്പോഴും അത് നമ്മളെക്കുറിച്ച് അറിയുന്നത് ജീവിതത്തിൽ വളരെ വൈകിട്ടാണ്. ഇപ്പം തന്നെ ഇവിടെ ഇത്രയും ശ്രോതാക്കൾ ഇരിപ്പുണ്ടല്ലോ, ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് കരുതട്ടെ. അപ്പം നമുക്ക് ഭഗവാൻ ഒരു അനുഗ്രഹം അല്ല ഒരു വരം നൽകുന്നെന്ന് വിചാരിക്കുന്നതിനിപ്പം നമുക്ക് നഷ്ടമില്ലല്ലോ, രസീത് എടുക്കണ്ടല്ലോ. വിചാരിക്കുക നമ്മളൊന്ന് തിരിച്ചു പോവുകയാണ്. എവിടെ? നമ്മുടെ ബാല്യത്തിലേക്കൊന്ന് തിരിച്ചു പോവുകയാണ്. ബാല്യത്തിലേക്കൊന്ന് പോയി തിരിച്ചു വരാനുള്ളൊരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകിയാൽ നമ്മൾ ഇങ്ങനെയാകുമോ? ഇപ്പോൾ ഇരിക്കുന്ന നമ്മളായിരിക്കുമോ അങ്ങനെ ഒരു തിരിച്ചുപോയി മടങ്ങി വന്നാൽ ഉണ്ടാകുക? എന്താ അഭിപ്രായം? നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുക. നമ്മൾ എവിടെ പഠിക്കണം അല്ലേ? ഏത് ജോലിക്ക് വേണ്ടി ശ്രമിക്കണം? ഏത് കോഴ്സ് അതിനു വേണ്ടി പഠിക്കണം? എവിടെയൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കണം? ആരോടെല്ലാം കൂട്ടുകൂടണം? എങ്ങനെയൊക്കെ ജീവിച്ചു മുന്നേറണം എന്നൊക്കെ നമ്മൾ കൃത്യമായി നമ്മുടെ അനുഭവ പരിചയത്തിൽ നിന്നും ചില തീരുമാനങ്ങളിലെത്തും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിതത്തെ പുനരാവിഷ്കരിക്കും. പക്ഷെ അങ്ങനെ റീടേക്കിന് ഇനി അവസരം ഇല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ. നമുക്ക് ഇപ്പോഴറിയാം നമ്മളെടുത്ത പല തീരുമാനങ്ങളും പല നിലപാടുകളുമൊക്കെ പലപ്പോഴും ശരിയായിരുന്നില്ല എന്ന് നമുക്ക് ഇപ്പോഴറിയാം. എന്തുകൊണ്ട്? ജീവിതത്തിൻ്റെ പക്വമായ ഒരു നിലയിലിരുന്നു കൊണ്ട് ഭൂതകാലത്തെ വിശകലനം ചെയ്യുന്ന സമയത്ത്, വിമർശന വിധേയമാക്കുന്ന സമയത്താണ് നമുക്ക് ഈ തിരിച്ചറിവുണ്ടായത്. പക്ഷേ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇനി മുന്നോട്ടുള്ള കാലത്തെ നമുക്ക് എങ്ങനെ രൂപപ്പെടുത്താൻ സാധിക്കും? ആ തിരിച്ചറിവ് നമുക്ക് നൽകിയ പാഠങ്ങളാണോ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രചോദനവും പ്രേരണയും ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അല്ല. ഇതുവരെ ജീവിച്ചു വന്നതിൻ്റെ തുടർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലാണ്ട് ഇത്രയും കാലത്തെ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകിയ പാഠങ്ങൾ, സന്ദേശങ്ങൾ, അറിയിപ്പുകൾ, അതിനനുസരിച്ച് തുടർ ജീവിതത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ ശിഷ്ടകാലം ജീവിതത്തിൻ്റെ സായാഹ്നം വളരെ ശാന്തവും സമാധാനപൂർണവും അതുപോലെ സ്വയം സംതൃപ്തി അനുഭവിച്ചുകൊണ്ടുള്ള ഒരു മടക്കയാത്രയ്ക്കായിരിക്കും നമ്മൾ തയ്യാറെടുക്കുക. അങ്ങനെ ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. ജീവിത സായാഹ്നം എത്ര പേർക്ക് സമാധാനവും ശാന്തിയും സന്തോഷവും സംതൃപ്തിയും സാഫല്യവും നൽകുന്നുണ്ട്? ജീവിത സായാഹ്നം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എബവ് 60, 60-നൊക്കെ ശേഷമുള്ള ഈ കാലയളവ് നമുക്ക് എത്ര കണ്ട് ശാന്തവും സമാധാനപൂർണവും സ്വസ്ഥവും സാഫല്യം നിറഞ്ഞതും കൃതാർത്ഥതാജന്യവുമായ ഒരു സ്ഥിതി നമുക്ക് നൽകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ബുദ്ധിമുട്ടാകും. പരാതിയില്ലാത്ത, പരിഭവമില്ലാത്ത, കുറ്റപ്പെടുത്തലുകളോ വെറുപ്പോ വീർപ്പുമുട്ടലോ നിസ്സഹായതയോ നിരാശയോ ഇല്ലാത്ത ശാന്തസുന്ദരമായ സ്വസ്ഥമായ ഒരു ജീവിത സായാഹ്നം എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? നമ്മൾ ഉപാസനകൾ അനുഷ്ഠിക്കുന്നുണ്ട്, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, ഭക്തിചര്യകളിലൂടെ പോകുന്നുണ്ട്, പുസ്തകങ്ങൾ ധാരാളം വായിക്കുന്നുണ്ട്, പ്രഭാഷണങ്ങൾ ഏറെ കേൾക്കുന്നുണ്ട്, പലരോട് നമുക്ക് ആരാധനയും ബഹുമാനവും ഇഷ്ടവും അനുഭാവവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നാം ആഗ്രഹിച്ചതുപോലെ, പ്രതീക്ഷിച്ചതുപോലെ, ഉദ്ദേശിച്ചതുപോലെ സമാധാനപൂർണമായ ശാന്തിപ്രദമായ ഒരു അന്തരീക്ഷം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ബോധ്യമാകുന്നത് എന്താ? നമ്മുടെ ലോകത്തോടും ജീവിതത്തോടുമുള്ള വീക്ഷണത്തിൽ, സമീപനത്തിൽ എന്തൊക്കെയോ ചില തകരാറുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നതാണ് അതിന് ഉത്തരം, അല്ലാതെ മറ്റൊന്നാകില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സൂചനകൾ ശ്രീമദ് ഭാഗവതത്തിൽ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ജീവിതം രൂപപ്പെട്ട് വളർന്ന് വികസിച്ച് അത് പരിപോഷിപ്പിക്കപ്പെട്ട് പരിപുഷ്ടമാക്കി അതിൻ്റെ പര്യവസാനത്തിലേക്ക് നീക്കുമ്പോൾ ഇത്രയും കാലം നാം ഈ ലോകത്ത് ജീവിച്ചതിൻ്റെ ഒരു പരിപൂർണത, ഒരു നിറവ് നാം സ്വയം നുകർന്നുകൊണ്ടായിരിക്കണം ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു ജീവിതത്തെയാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക സംസ്കാരം വിഭാവനം ചെയ്യുന്നത്, അറിയിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ വേനൻ്റെ ദുർഭരണം എന്ന് പറഞ്ഞാൽ ഒരു ഉപമ, ഒരു ദൃഷ്ടാന്തം മാത്രമാണ്. ഉന്നതമായ ആധ്യാത്മിക തത്വചിന്തകളെയും മൂല്യങ്ങളെയും വൈജ്ഞാനിക സ്ഫുലിംഗങ്ങളെയും അല്ലെങ്കിൽ സൂചനകളെയും നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്കൊരു പ്രചോദനം നൽകാൻ വേണ്ടിയാണ് ഈ ഉപമകളും കഥകളും അതുപോലെ സന്ദർഭങ്ങളും സംഭവങ്ങളുമൊക്കെ ഈ ധർമ്മശാസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വേനൻ്റെ ദുർഭരണവും വേനൻ്റെ മരണവും എന്ന് പറഞ്ഞാൽ, വേനൻ്റെ മരണം എന്ന് പറഞ്ഞാൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ?
മനുഷ്യനിലെ എല്ലാ സർവ മാനുഷിക മര്യാദകളും മൂല്യങ്ങളുമൊക്കെ നഷ്ടപ്പെടുകയും അവൻ സംശയാലുവായി തീരുകയും കൃത്യമായ ജീവിത വീക്ഷണമോ ദിശാബോധമോ ഇല്ലാതായി തീരുകയും ചെയ്യുക എന്നതാണ് മരണം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം അതിന് ഉദാഹരണമായി പറയുന്നത് സംശയാത്മാ വിനശ്യതി എന്നാണ്. എപ്പോഴാണോ നമ്മൾ സംശയാലുക്കളാകുന്നത്, ആ സംശയാലുക്കൾക്ക് എപ്പോഴും നാശമായിരിക്കും, അല്ല മരണമായിരിക്കും അതിൻ്റെ പരിണിത ഫലം. സംശയാത്മാ വിനശ്യതി. അപ്പോൾ പിന്നെ നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്താ? സംശയം എന്നത് പലപ്പോഴും ഈ വിശ്വാസത്തിലാണ് സംശയത്തിൻ്റെ നിലനിൽപ്പ്. വിശ്വാസത്തെ നന്നായി മനസ്സിലാക്കി പോകണം. പ്രത്യേകിച്ച് ഭാഗവതാദി ശാസ്ത്രങ്ങൾ, ഭാഗവതം പോലെയുള്ള ശാസ്ത്രങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭക്തി വിശ്വാസം എന്ന കാര്യങ്ങളിലൊക്കെ കൃത്യതയുണ്ടായില്ലെങ്കിൽ നമ്മൾ വളരെയേറെ അബദ്ധത്തിൽപ്പെടുകയും നമ്മളൊക്കെ ചൂഷണത്തിനിരയാകുകയും ചെയ്യും. അതൊരുപാട് നടക്കുന്നൊരു കാലമാണെന്ന്. അപ്പോൾ വിശ്വാസത്തിനെതിരെ പറയുകയല്ല ഇത് പറയണത്. സംശയാത്മാ വിനശ്യതി. നമ്മളൊക്കെ ഈശ്വര വിശ്വാസമുള്ളവരാണെന്ന് വളരെയധികം അഭിമാനിക്കുകയും അത് പലയിടങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഈശ്വരനിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടോ എന്ന് ഒന്ന് ഊന്നി ചോദിച്ചാൽ അതിന് ശക്തമായൊരു മറുപടി പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈശ്വരനിൽ പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും പോലെ എല്ലായ്പ്പോഴും ഈശ്വരൻ നമുക്ക് അനുകൂലമായി മാത്രം പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ വിഷമതകളെയും പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെയും നമ്മുടെ മനസ്സിൽ പൊന്തിവരുന്ന ആവശ്യങ്ങളെയും അതുപോലെ പരിഹരിക്കാൻ, അതിനൊപ്പം നൽകാൻ നമ്മൾ ആശ്രയിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ നമുക്ക് എപ്പോഴും അനുകൂലമായി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ അധികം ചോദിക്കരുത്, പിന്നെ അതിനപ്പുറത്തേക്ക് ചോദിക്കരുത്. അപ്പോൾ പറയും നമ്മൾ ഭക്തിയിൽ യുക്തിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് തത്കാലം തടിതപ്പി പോകും. അങ്ങനെ ഒരു വിധത്തിലേക്ക് പൊതുബോധത്തെ എത്തിക്കുന്നതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭക്തി വിശ്വാസം എന്ന് പറയുന്നത് കേവലം ആലങ്കാരികവും ഐന്ദ്രിയതലത്തിൽ മാത്രം നിൽക്കുന്നതുമായ ഒരു ഇടപാടൽ മാത്രമായി മാറുന്നു. അതിൻ്റെ പരിണിത ഫലങ്ങൾ വളരെ വലുതാണ്. അത് നമ്മൾ കാണാൻ കുറേയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇതിലും വലുത് കാണാനിരിക്കുന്നുള്ളൂ. തൽക്കാലം ഇരിക്കട്ടെ. സംശയാത്മാ വിനശ്യതി. എപ്പോഴും വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ആശങ്കകളും ഉത്കണ്ഠകളും ഉദ്വേഗങ്ങളും നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പറയും, ആലങ്കാരികമായിട്ടൊക്കെ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഭഗവാൻ അല്ലാതെ മറ്റൊരാളില്ല, ഞാൻ പൂർണ്ണമായും ഭഗവാനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതൊക്കെ ഒരു വിധത്തിൽ പറയും. എന്നാലും നമ്മുടെ ആവശ്യങ്ങളുടെയും ആവലാതികളുടെയും പട്ടികയും അതിൻ്റെ വലിയ ഭാണ്ഡങ്ങളുമായി നമ്മൾ എല്ലായ്പ്പോഴും ചെല്ലുകയും ചെയ്യും. ഭഗവത് സന്നിധികളിൽ നമുക്ക് ഭഗവാനോടുള്ളൊരു ആശയവിനിമയം തുറന്ന സംവാദമാണോ, അതോ തൻ്റെ ആവലാതികളുടെ ഒരു വലിയ അക്കപ്പട്ടിക നിരത്തിലാണോ നമ്മുടെ ആവശ്യം, നമ്മുടെ രീതി? അപ്പോൾ ഇവിടെ വേനൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് നമ്മിൽ പ്രകൃതിയാൽ കൈവന്നിട്ടുള്ള എല്ലാവിധ നന്മകളും എപ്പോഴാണോ, മനുഷ്യസഹജമായ എല്ലാവിധത്തിലുള്ള നന്മകളും എപ്പോഴാണോ അടയുന്നത്, അപ്പോൾ നാം പ്രേതമായി. ശ്രേഷ്ഠമായ നരജന്മം ലഭിച്ചിട്ടും ആ മനുഷ്യജന്മത്തിലെ ഏറ്റവും മികച്ച ഗുണങ്ങളെയും ശീലങ്ങളെയും സ്വഭാവ മഹിമകളെയും ഉണർത്തി ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളൊക്കെ മരിച്ചവരാണ്. നമ്മൾ പറയാറില്ലേ, സാധാരണ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അപ്പം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ശവം എന്നാണോ അതിനർത്ഥം? അതൊരു പ്രയോഗമല്ലേ? ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനമില്ല, ആർക്കും ഒരു ഉപകാരം അവനെ കൊണ്ടില്ല. അവൻ്റെ വായിൽ നിന്ന് നല്ല വാക്കുകളൊന്നും പുറത്തു വരില്ല, നല്ല പ്രവൃത്തികളൊന്നും അവൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും വിരുദ്ധനായി പ്രവർത്തിക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും സർവ്വവിധ അതിക്രമങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? ഇതുപോലെ തന്നെയാണ്. ഇവരൊന്നും ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ല എന്ന് നമ്മൾ മുദ്രകുത്തും. അപ്പോൾ ഇതുപോലെ മനുഷ്യനായി ജീവിച്ചിരിക്കുകയും മനുഷ്യോചിതമായ യാതൊരു ധർമ്മമര്യാദകളും ജീവിതത്തിൽ പ്രകടമാകാതിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നമുക്ക് വിശേഷിപ്പിക്കാം, ഇവരൊക്കെ വേനന് തുല്യന്മാർ. എന്നാൽ അവനിൽ അനന്തമായ സാധ്യതകളുണ്ട്, അനന്തമായ ഗുണവിശേഷങ്ങളുണ്ട്, അനന്തമായ അവസരങ്ങൾ മുമ്പിലുണ്ട്. ഈ അവസരങ്ങളെയും സാധ്യതകളെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത മൂഢചിന്താഗതികളുടെയൊക്കെ പ്രതിപുരുഷനായി, പ്രതീകമായി നമുക്ക് ഈ വേനനെ അവിടെ കാണേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ഇത്തരം മനുഷ്യരുടെ ഒരു പ്രതീകമായി നമുക്ക് വേനനെ കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ മക്കളൊന്നും വേനന്മാരാകാതിരിക്കട്ടെ.
അവനിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അവൻ്റെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും അതിനെ വേണ്ട തരത്തിൽ ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കാതിരിക്കുന്ന, അങ്ങനെ ഒരു ശ്രമസാധ്യതയെക്കുറിച്ച് പോലും ചിന്തിക്കാതിരിക്കുന്ന ഒരാളെ വിശേഷിപ്പിക്കാൻ ശ്രീമദ് ഭാഗവതത്തിൽ വേനനല്ലാതെ മറ്റൊരു കഥാപാത്രമില്ല. നമ്മുടെ യുവജനങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഊർജ്ജസ്വലതയുള്ള കൗമാരങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ. അവരുടെ ജീവിതത്തിൻ്റെ രീതിയും ചിന്താഗതിയും അവരുടെ സംഭാഷണ ശൈലിയും വിനോദോപാധികളും ഒക്കെ ശ്രദ്ധിച്ചാൽ ഇത് നമുക്കവിടെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഉത്കൃഷ്ടമായ വിദ്യാഭ്യാസം, ഉയർന്ന ചിന്താഗതി, ഉദാത്തമായ ആദർശബോധം, അധ്യാത്മനിഷ്ഠ, ഇതെല്ലാം കൂടി സമന്വയിക്കേണ്ട മനുഷ്യ വ്യക്തിത്വത്തിൽ അതിനെല്ലാം തമസ്കരിച്ചുകൊണ്ട് ഇതിനെല്ലാം വിപരീതമായി പ്രവർത്തിക്കുന്ന, വിപരീതമായി ജീവിക്കുന്ന ഒരാളെയാണ് വേനൻ പ്രതിനിധാനം ചെയ്തത്. അങ്ങനെ നോക്കിയാൽ ഒരുപാട് വേനന്മാരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. എന്നാൽ അവരിൽ തന്നെയുണ്ട്, ഈ വേനനിൽ തന്നെയുണ്ട് എന്താ, എല്ലാവിധ ഔത്കൃഷ്ടങ്ങളെയും കൈവരിക്കാനുള്ള സാധ്യത അവനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ശ്രേഷ്ഠമായ സാധ്യതകളെ തട്ടി ഉണർത്താൻ പറ്റുന്ന ഒരു സമ്പർക്കം, അതിനുള്ളൊരു അവസരം അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് അവരുടെ ശ്രേഷ്ഠമായ ജന്മം ദിശാബോധമില്ലാതെ, ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കാതെ, ആധ്യാത്മികമായ ഒരു ഫലം അവർക്ക് നുകരാൻ സാധിക്കാതെ ഈ നരജന്മം നഷ്ടപ്പെട്ടു പോകുന്നു. അവർക്ക് എന്നേക്കുമായി ഈ അവസരം തന്നെ ഇല്ലാതെയായി പോകുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ മഹർഷിമാരുടെ ഇടപെടലാണ്. മഹർഷിമാരെന്ന് പറഞ്ഞാൽ സത്യം തിരിച്ചറിഞ്ഞവരുടെ, അല്ലെ യാഥാർത്ഥ്യ ബോധമുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഋഷി സമൂഹം എന്നെല്ലായ്പ്പോഴും പറയുക. അപ്പം യാഥാർത്ഥ്യബോധമുള്ള, ദീർഘവീക്ഷണമുള്ള, അധ്യാത്മനിഷ്ഠയിൽ ജീവിക്കുന്ന ഈ മഹർഷിമാരുടെ ഇടപെടലിലൂടെ ആ വേനലിൽ നിന്നും പൃഥുവും അർച്ചിസും ഉണർന്നു വരികയാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് എന്തെല്ലാം സൗഭാഗ്യങ്ങളെ, വിഭവങ്ങളെ നമുക്ക് നേടാൻ സാധിക്കുമോ അതെല്ലാം, ഏതെല്ലാം തരത്തിൽ ഇത് നേടാൻ സാധിക്കുമെന്നത് ശ്രീമദ് ഭാഗവതത്തിലെ പൃഥുവിൻ്റെ ജീവിതത്തിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഭരണാധികാരി, ഒരു ജനനായകൻ എത്രത്തോളം ഉത്കൃഷ്ട വ്യക്തിത്വത്തിനുടമയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ സ്വഭാവ മഹിമകളെ പലതിനോടും സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു 6-7 ശ്ലോകങ്ങൾ കാണാം. അപ്പോൾ ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ജനനായകൻ്റെ ജനക്ഷേമകരമായി പ്രവർത്തിക്കുന്ന ഒരു ഉന്നത വ്യക്തിത്വത്തിൽ എന്തെല്ലാമാണ് ഗുണങ്ങളായി, ശ്രേഷ്ഠ ഗുണങ്ങളായി ഭാഗവതം പറയുന്നത്. അതിലൊന്ന് ഈ പൃഥുവിൻ്റെ സ്വഭാവ സവിശേഷതയെ ചന്ദ്രനോട് ഉപമിക്കുന്നുണ്ട്. കവികൾ അങ്ങനെയാണല്ലോ, എപ്പോഴും അവർ ഒരു ആശയം, ഒരു മൂല്യം പറയുന്നത് കുറച്ചുകൂടി ഭാവാത്മകമായിട്ടാണ്. അപ്പം ചന്ദ്രനോട് ഉപമിക്കുന്ന ഒരു സ്വഭാവ മഹിമ പൃഥുവിൽ ശ്രീമദ് ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ സവിശേഷത എന്താ? ആ ചന്ദ്രൻ്റെ ആ ശീതളിമ, ഇരുട്ട് വ്യാപിച്ചു നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ആ പ്രകാശമാനമായ സുന്ദരമുഖം, അപ്പോൾ ഏതൊരാളെയും സ്വീകരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും, ഏതൊരു സന്ദർഭത്തിലും ദുഃഖാർത്ഥരായി കഴിയുന്നവർക്കൊരു പ്രചോദനമായി, ഒരു തണലായി, അല്ലെങ്കിൽ ഒരു കരുണയായി മാറാനുമുള്ള മനുഷ്യനിലെ ഈ ഒരു മഹത്വത്തെ അല്ലെങ്കിൽ ശ്രേഷ്ഠതയെ ചന്ദ്രനോട് ഉപമിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം ആർക്കും അടുത്തു വരാനും ഒരു ആശ്ലേഷത്തിലൂടെയോ ഒരു വാക്കിലൂടെയോ അവർക്ക് ആശ്വാസവും സമാധാനവും പകരാനുള്ള സവിശേഷമായ ഒരു വ്യക്തിഗുണം ഒരു ഉത്തമ ഭരണാധികാരിക്ക് മികച്ച അലങ്കാരമാകുന്നു. അപ്പോൾ അത് എല്ലാവരെയും വെറുക്കാനും എതിർക്കാനും ഒറ്റപ്പെടുത്താനും ഉന്മൂലനം ചെയ്യാനുമുള്ള നീക്കമല്ല, മറിച്ച് എല്ലാവർക്കും ആശ്വാസം നൽകാനും അഭയം നൽകാനും അവർക്ക് പ്രചോദനമായി ഒപ്പം നിൽക്കാനും അവരുടെ സങ്കടത്തിൽ കണ്ണുനീരണിയാനും ആർക്ക് സാധിക്കുന്നുണ്ടോ അവരെയൊക്കെ ശ്രേഷ്ഠ ഭരണാധികാരി എന്ന വിധത്തിലാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പരിഗണിക്കുന്നത്, തുറന്നു പറയണത്. അങ്ങനെയുള്ള ഭരണാധികാരികൾ ഉണ്ടാകണം. നമ്മൾ പറയാറുണ്ടല്ലോ, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം. അപ്പം അതുപോലെ തന്നെ പോലെ ഈ മനുഷ്യ ലോകത്ത് ജീവിക്കുന്ന പലർക്കും പലവിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും. അവിചാരിതമായി ചേരുന്ന ദുരന്തങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. അതൊക്കെ അവൻ്റെ ജീവിതത്തെ തകർത്തെറിയുന്ന സമയത്ത്, ഒരു ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ വലയം ചെയ്യുന്ന സമയത്ത് അവർക്ക് ആശ്രയമായി, ഒരു ആശ്വാസമായി, ഒരു വാക്കുകൊണ്ടെങ്കിലും അവരുടെ ആ വേദനയെ ശമിപ്പിക്കാനുള്ള ഒരു സമീപനമായി മാറണം ഒരു ഭരണാധികാരി എന്നതാണ്. അതുപോലെ ഭരണാധികാരിയുടെ മറ്റ് സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയോ ഒന്നും മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇടയാകരുത്.
അതെപ്പോൾ മനസ്സിലാകണം? അതിൻ്റെ ആ പ്രവൃത്തിയുടെ പരിണത ഫലം ലൂടെ മാത്രമേ അതറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ദീർഘവീക്ഷണത്തോടും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, അവരുടെ ജീവിതത്തെ ഭദ്രമാക്കി നിലനിർത്തുന്ന, അവർക്ക് ശ്രേയോമാർഗം പ്രദാനം ചെയ്യുന്ന വിധത്തിൽ എപ്പോഴും ഒരു ഭരണാധികാരി ഉണർന്ന് പ്രവർത്തിക്കണമെന്നതാണ് ശ്രീമദ് ഭാഗവതം നൽകുന്ന വലിയൊരു നിർദ്ദേശവും സന്ദേശവും, അല്ലെങ്കിൽ ഒരു താക്കീതും. ഇത്തരത്തിൽ ഇങ്ങനെ പോകുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ മഹത്വത്തിൽ സാഗരം പോലെ സാഗരത്തോട് ഉപമിക്കുന്നു, ചന്ദ്രനോട് ഉപമിക്കുന്നു, അതുപോലെ കാറ്റിനോട് ഉപമിക്കുന്നു, ആകാശത്തോട് ഉപമിക്കുന്നു. ഇതെല്ലാം പ്രകൃതിയിൽ നമ്മൾ കാണുന്ന പല ദൃശ്യങ്ങളാണ്. ഇതുപോലെ പ്രകൃതി സമാനമായ വിശാല ചിന്താഗതിയും ഉയർന്ന ആദർശബോധവും ദീർഘവീക്ഷണവും ഒക്കെയാണ് ഒരു പ്രജാപരിപാലകന് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് ശ്രീമദ് ഭാഗവതത്തിലൂടെ പറയുമ്പോൾ ഒരു രാജാവിനുണ്ടായിരിക്കേണ്ടത്. ഭാഗവതം രചിക്കുന്ന കാലത്ത് രാജഭരണമായിരുന്നു. മാറി ഇന്ന് ജനാധിപത്യ ഭരണമാകുമ്പോഴും ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ആവശ്യപ്പെടുന്നതും മാറുന്നില്ലല്ലോ. അപ്പോൾ ഒരു സമൂഹത്തെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ, അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ, അതിനായി അവസരം വന്നു ചേരുന്നവർ എത്രമാത്രം ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടിയാണ് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ അത് അവരെ മാത്രമല്ല ബാധിക്കുക, അവരുമായി ചേർന്ന് നിൽക്കുന്നവരുടെ ബന്ധുബാന്ധവന്മാരെ മാത്രമല്ല, അത് വലിയൊരു സമൂഹത്തിൻ്റെ ജീവിതത്തെ ഒട്ടാകെ ബാധിക്കുമെന്നൊരു സൂചന വേനലിലൂടെയും ഒപ്പം പൃഥുവിലൂടെയും ശ്രീമദ് ഭാഗവതം തരംതിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭരണാധികാരിയിൽ മാത്രമല്ല, ഏതൊരു നേതൃത്വത്തിൽ ഇരിക്കുന്നവരും ഈ ഗുണങ്ങളെ ആർജിക്കേണ്ടതാണ്. ഇതെങ്ങനെ ആർജിക്കാൻ സാധിക്കും? അത് തപസ്സിലൂടെയാണ് ആർജിക്കേണ്ടത്. എന്തെല്ലാം തപസ്സിലൂടെ ആർജിക്കേണ്ടത്? എന്തെല്ലാം? ക്ഷമ, അത് വലിയൊരു ശീലമാണ്. ഇവിടെ തിതിക്ഷ എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ അദ്ദേഹത്തിൻ്റെ വിശിഷ്ട ഗുണമായി പറയുന്നത്. എന്തും സഹിക്കാൻ ഒരു താപസൻ അദ്ദേഹത്തിൻ്റെ ഈശ്വരപ്രാപ്തി എന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആദ്യം ആർജിക്കേണ്ട ഒരു ഗുണമായിട്ടാണ് തിതിക്ഷയെ സൂചിപ്പിക്കുന്നത്. തിതിക്ഷ എന്ന് പറഞ്ഞാൽ സഹനം സർവ്വദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ എഴുതിയത്. ഏതുവിധ അനുകൂലമോ പ്രതികൂലമായ സന്ദർഭങ്ങളിലും മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ തകർന്നു പോകാതെ അതിനോട് ഇണങ്ങിക്കഴിയാനുള്ള ആ നിലയാണ്, അല്ലെങ്കിൽ ആ സ്ഥിതിയാണ് തിതിക്ഷ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ മാത്രമാണ് ക്ഷമ എന്നതിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ടത്. ക്ഷമയ്ക്കും അപ്പുറമാണ് തിതിക്ഷ എന്ന് പറയുന്നത്. ഒരു പ്രതികൂല സന്ദർഭം ഉണ്ടായാൽ കൂടി മനസ്സിൻ്റെ ആ ഒരു താളം അഥവാ സന്തുലിതാവസ്ഥ ഭംഗം വരാത്ത വണ്ണം കാത്തു സൂക്ഷിക്കാനുള്ള ഉറപ്പിനെയാണ് ഇവിടെ തിതിക്ഷ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ കണ്ട കാലം അത്രയും പ്രയത്നിച്ചിട്ട് ഈ തിതിക്ഷയുടെ കാര്യത്തിൽ എത്ര കണ്ട് ഉയരാൻ വളരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പുനഃപരിശോധന നടത്തുമ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. അത് ഭക്തി അനുഷ്ഠാനങ്ങളിലൂടെ ആകട്ടെ, യോഗചര്യയിലൂടെ ആകട്ടെ, ശാസ്ത്ര പഠനത്തിലൂടെ, മറ്റ് സാധനാനുഷ്ഠാനങ്ങളിലൂടെയോ പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എത്രത്തോളം വികാരഭരിതമാകുന്നു, ആ വികാരഭരിതരായ നമ്മുടെ മനസ്സ് എത്രത്തോളം ക്ഷുഭിതമാകുന്നു, അത് നമ്മുടെ സമാധാനമായ അന്തരംഗത്തെ തകർക്കുന്നെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്, ബോധ്യം വരുന്നതാണ്. അതുകൊണ്ട് ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ തക്കവണ്ണം മനസ്സിനെ സജ്ജമാക്കുക, ശക്തമാക്കുക എന്നത് അധ്യാത്മ സാധനയിൽ മാത്രമല്ല ലോക വ്യവഹാരങ്ങളിലും അനിവാര്യമായ ഒരു ശ്രേഷ്ഠ ഗുണമാണ്. അത് പൃഥുവിലൂടെ ശ്രീമദ് ഭാഗവതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഇതെല്ലാം ഒരു ഭരണാധികാരിയെ വിരൽ ചൂണ്ടിയാണ് ഭാഗവതം എന്ന് പറയുന്നതെങ്കിലും ഇത് ഏതൊരാളെ സംബന്ധിച്ചും അവരുടെ വ്യക്തിത്വത്തെ ഏറ്റവും സമ്പുഷ്ടമാക്കാൻ, ഏറ്റവും സമ്പന്നമാക്കാൻ, ആകർഷകമാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളാണ്. ഇത് ഭരണാധികാരിക്ക് മാത്രമല്ല, ഏതൊരാൾക്കും. ഇപ്പം ഈശ്വരാന്വേഷിയാകട്ടെ, അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നൊരു ഭക്തനാകട്ടെ, അല്ലെങ്കിൽ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ എല്ലാത്തിനെയും യുക്തിഭദ്രമായി സമീപിക്കുന്ന ഒരു ഗവേഷകനാകട്ടെ, ആരുമാകട്ടെ, അതിലൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷേ ഈ സ്വായത്തമാക്കേണ്ട ഗുണങ്ങളിലൂടെ അല്ലാതെയുള്ളൊരു സഞ്ചാരം നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കില്ല എന്ന് തന്നെയാണ് ഭാഗവതം ഉറപ്പിച്ചു പറയണത്. അപ്പോൾ ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ ആദ്യത്തെ നടപടിക്രമങ്ങളിൽ ഈ വിശിഷ്ട ഗുണങ്ങളെ സ്വായത്തമാക്കാനുള്ള പരിശ്രമത്തിൽ ഏതൊരു സാധകനും, ഏതൊരു സത്യാന്വേഷിയും, ഏതൊരു ഭക്തനും വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ നിയതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുൻപിൽ പതറാതെ, തകർന്നു പോകാതെ സ്വയം അതിനെ അതിജീവിക്കാൻ തക്ക അറിവ് നേടുക എന്നത് പരമപ്രധാനമായ ഒരു വസ്തുതയാണ്, പരമപ്രധാനമായ ഒരു കാര്യമാണ്.
അപ്പം എന്തിനെക്കുറിച്ചും കൃത്യതയുള്ള വ്യക്തതയുള്ള അറിവ് നേടുക എന്നത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് അനിവാര്യമാണ്. ആ അറിവില്ലാത്തത് കൊണ്ടാണ് വേനനെ സംബന്ധിച്ച് ദുർഗതി സംഭവിച്ചത്. അപ്പോൾ അറിവ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ അതൊക്കെ ദുഷിക്കുകയും അത് തനിക്കും തൻ്റെ ചുറ്റുപാടിനും പലതരത്തിലുള്ള ദുരിതങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊരു വിഷയത്തെയും കുറിച്ച് കൃത്യമായി അറിയാനുള്ള സാഹചര്യവും അതിനുള്ള സൗകര്യവും ജീവിതത്തിൽ പരമപ്രധാനമാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലൂടെ, ഭാഗവതം പറയേണ്ടത് എന്താ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ 7ാമത്തെ ദിവസം തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കാൻ പോകുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പം മരിക്കാൻ പോകുന്ന 7ാം ദിവസം തക്ഷകൻ്റെ കടിയേറ്റ് മരണം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയ പരീക്ഷിത്ത് മഹാരാജാവും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. അധികാരവും അദ്ദേഹത്തിൻ്റെ ഭൗതിക ബന്ധങ്ങളുമെല്ലാം തീർത്ഥം വിച്ഛേദിച്ച് നേരെ ഗംഗാതടത്തിൽ പോയി സ്വസ്ഥനായിരുന്ന് പ്രായോപവേശ വ്രതം ദീക്ഷിച്ച് ഇനി അവശേഷിക്കുന്ന ചെറിയ കാലത്ത് താൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ശുകബ്രഹ്മർഷി കടന്നു വരുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണമാണല്ലോ ശ്രീമദ് ഭാഗവതമായി ഇങ്ങനെ ചുരുൾ വിടരുന്നത്. അപ്പം അതിൽ മരണമാണ് അതിൻ്റെ മുമ്പിലുള്ള ചർച്ച. മരണത്തെ മുൻനിർത്തിയാണ് ഈ പരീക്ഷിത്ത് മഹാരാജാവും ശുകബ്രഹ്മർഷി തമ്മിൽ ചർച്ച നടക്കുന്നത്. അപ്പം മരണത്തിൽ നിന്ന് തന്നെയാണ് അത് അറിയേണ്ടത്, മരണത്തിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇതിന് ഈ ശ്രീമദ് ഭാഗവതത്തിലെ സന്ദർഭത്തിന് ഉപോദ്വലകമായി കഠോപനിഷത്തിലൊരു പശ്ചാത്തലമുണ്ട്. കഠോപനിഷത്തിൽ പറയുന്ന വലിയൊരു മന്ത്രമുണ്ട്. അതാണ് ഈ വേനൻ്റെ കാര്യത്തിൽ മഹർഷിമാർ ഉപയോഗിച്ചത്. വേനൻ്റെ കാര്യത്തിൽ മഹർഷിമാർ ഉപയോഗിച്ചത് എല്ലാ സാധ്യതകളും അടഞ്ഞ് നിസ്സഹായനായി സ്വന്തം വ്യക്തിത്വത്തെ പോലും തിരിച്ചറിയാതെ നശിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ തീർത്തും ഈ ലോകജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന ഒരാളെ പോലും ഉയർത്താൻ തക്ക വിധത്തിലുള്ള ശേഷി ഈ ഉപനിഷദ് വാക്യങ്ങൾക്ക്, ശാസ്ത്രചിന്തകൾക്കുണ്ടെന്നാണ്. അവിടെ നചികേതസ്, ഭൂബ്രഹ്മചാരിയായിരുന്ന നചികേതസ് മരണാധിപൻ്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് അവിടെ നൽകുന്നൊരു ഉപദേശമുണ്ട്. ആ ഉപദേശമാണ് ലോകത്ത് വളരെ പ്രസിദ്ധമായ, വിവേകാനന്ദ സ്വാമികളെയൊക്കെ എല്ലായിടവും സംസാരിച്ചു കൊണ്ടിരുന്നൊരു പ്രസിദ്ധമായ ആപ്തവാക്യം: ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യധാര നിശ്ചിത ദുരത്യയ ദുർഗം പദസ്തത് കവയോ വദന്തി. ഇത് വളരെ ശ്രേഷ്ഠമായ, ഭാരതത്തിൽ എല്ലായിടവും ലോകത്തെമ്പാടും ഭാരത മുഖങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഉപനിഷത്ത് സന്ദേശവും ആഹ്വാനവുമാണ്. ഉത്തിഷ്ഠത ജാഗ്രത, ഇതാണ് ഋഷിവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ വേനൻ്റെ ശരീരത്തിൽ നിന്ന് ഈ അർച്ചസിനെയും പൃഥുവിനെയും കടഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മിൽ ഈ സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം, ആധ്യാത്മിക തത്വങ്ങളെയും ഉപനിഷദ് വാക്യങ്ങളെയും ശ്രദ്ധയോടെ ശ്രവിക്കുകയും ഗ്രഹിക്കുകയും അത് നമ്മിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവുണ്ട്. ഉത്തിഷ്ഠത ജാഗ്രത. ഉത്തിഷ്ഠത, എഴുന്നേൽക്കൂ, ഉണരൂ എന്നാണ്. ഉണർന്നെഴുന്നേൽക്കാനല്ല പറയണത്. ഉണർന്നാൽ പിന്നെ നമ്മൾ വീണ്ടും കിടക്കുകയുള്ളൂ. അത് എഴുന്നേൽക്കുന്ന കാര്യം വളരെ പരുങ്ങല്ലാണ്. ഉണർന്നാൽ വീണ്ടും ഒന്നുകൂടെ ചരിഞ്ഞ് ഇപ്പുറത്തേക്ക് മറിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഉണർന്നെഴുന്നേൽക്കൂ എന്നതിനേക്കാൾ എഴുന്നേൽക്കൂ, ഉണരൂ. ആദ്യം നമ്മൾ എഴുന്നേൽക്കേണ്ടതുണ്ട്, പിന്നീടാണ് ഉണരേണ്ടത്. നമ്മുടെ ചിന്തകൾക്ക് ഉണർവുണ്ടാകണം, നമ്മിൽ രൂപപ്പെടുന്ന ആശയങ്ങൾക്ക് ഉണർവുണ്ടാകണം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. കർമ്മരംഗത്ത് ഊർജ്ജസ്വലനായി മുന്നേറൂ. പിന്നെയോ ഈ ലോകത്ത് എന്തെല്ലാം സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നമ്മളെ കാത്തിരിപ്പുന്നുണ്ടോ അവയെല്ലാം സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമത്തിൽ അല്പം പോലും വിശ്രമമില്ലാതെ നീ മുന്നോട്ട് സഞ്ചരിക്കൂ. ഇതാണ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം. നമ്മൾ സാധാരണ ഉപനിഷത്തുകൾ നിന്നൊക്കെ അതൊക്കെ നമ്മൾ കേട്ടു പോന്നിരിക്കുന്നത്, ഇതൊക്കെ പ്രായമായവർക്കും സന്യാസിമാർക്കും ഈ താപസന്മാർക്കും മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഈ ഉപനിഷത്തുകളിലുള്ളൂ. അത് നമുക്ക് വായിച്ചാൽ അല്പം പിടികിട്ടില്ല. അതുകൊണ്ട് ആ കാര്യമേ നമ്മൾ മാറ്റിവെച്ചു. ഉപനിഷത്ത് ആഹ്വാനങ്ങളെല്ലാം, അല്ലെങ്കിൽ ഭാരതം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച വേദാന്ത ദർശനങ്ങളെല്ലാം മനുഷ്യനെ കർമ്മരംഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളതല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ജ്ഞാനയോഗം കർമ്മയോഗം എന്നൊക്കെ പറഞ്ഞാൽ, ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യവും ചെയ്യാതെ അടങ്ങിക്കൂടി ഇങ്ങനെ മൂകനായിരിക്കുക. ഇതാണ് ജ്ഞാനയോഗിയുടെ ലക്ഷണം. എല്ലാറ്റിനും എതിരെ പുച്ഛിച്ചും എല്ലാറ്റിനെയും നിരസിച്ചും എല്ലാത്തിൽ നിന്ന് അകന്നു മാറിയും എന്തോ നമുക്ക് മനസ്സിലാകാത്ത, പറഞ്ഞാൽ കൂടി മനസ്സിലാകാത്ത ഏതോ ഒരു ലോകത്ത് വിരാജിക്കുന്നവരാണ് ഈ ജ്ഞാനയോഗികൾ എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. കർമ്മയോഗികൾ എന്ന് പറഞ്ഞാലോ അവരെപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കണം, വിശ്രമമില്ലാതെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കർമ്മയോഗികളെന്നും വിശേഷിപ്പിക്കും. അങ്ങനെയുള്ളവർക്ക് ചില അവാർഡുകളൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അപ്പം നമ്മുടെ ശാസ്ത്രം, നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ വിഭാവനം ചെയ്യുന്ന ഈ ജ്ഞാനയോഗിയും കർമ്മയോഗിയും അതല്ല. ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം എന്നൊരു വിഷയത്തെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ ജ്ഞാനയോഗത്തിൻ്റെ അഗാധമായ അവബോധമില്ലാതെ ഒരാൾക്ക് കർമ്മയോഗിയായിരിക്കാൻ സാധ്യമല്ല.
അതുപോലെ കർമ്മയോഗത്തിൻ്റെ അനന്തമായ സാധ്യതകളെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാതെ ഒരാൾക്ക് ജ്ഞാനയോഗിയായി വർത്തിക്കാനും സാധ്യമല്ല. ഇത് പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ അറിവിലൂടെയാണ് നമ്മുടെ കർമ്മത്തെ രൂപപ്പെടുത്തേണ്ടത്, അറിവിലൂടെയാണ് നമ്മുടെ കർമ്മങ്ങളെ നിർവഹിക്കേണ്ടത്, അറിവിലാണ് ഈ കർമ്മങ്ങളെയൊക്കെ പര്യവസാനിക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞു, നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. ഈ അറിവിനെ ഉണർത്തുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രക്രിയയാണ് ഋഷിമാർ വേനൻ്റെ കാര്യത്തിൽ ചെയ്തത്. അതിൻ്റെ പരിണിത ഫലമായി എന്തായി? അർച്ചിസ് ഉണ്ടായി. അതിൻ്റെ ഭാഗം അർച്ചിസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ അർച്ചനകളാണ്. യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചകൾ എന്ന് നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈശ്വരാർപ്പിതമായ കർമ്മങ്ങളാണെന്നുള്ളൊരു ചിന്ത, അങ്ങനൊരു ആശയം അല്ലെങ്കിൽ അറിവ് നമ്മുടെ ഉള്ളിലില്ലാതെ ഇത് ചെയ്യുന്നില്ല എങ്കിൽ ഇത് കേവലം യാന്ത്രികമായി തീരും. അപ്പം കർമ്മം അവിടെയാണ് ധർമ്മമായി തീരുന്നത്. കർമ്മം ധർമ്മമായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിന് നിരതിശയമായ ശാന്തി എന്നതുണ്ടാകൂ. അപ്പം കർമ്മങ്ങളിൽ മാത്രം, പ്രവൃത്തികളിൽ മാത്രം മുഴുകിയാൽ അതെപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അസ്വസ്ഥതയും അസമാധാനവും അശാന്തിയുമായിരിക്കും നമുക്ക് ഉണ്ടാക്കുക. ആ കർമ്മത്തെ ധർമ്മമായി ഈ ലോകത്ത് നിർവഹിക്കാൻ എങ്ങനെ സാധിക്കും? അതിൻ്റെ വഴിത്താരകൾ എന്തൊക്കെയാണെന്നതാണ് ശ്രീമദ് ഭാഗവതം വേനനിലൂടെയും പൃഥുവിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഏതാണോ നമുക്ക് നീതി ഒരുക്കി തരുന്ന കർമ്മമണ്ഡലം, ആ കർമ്മമണ്ഡലത്തെ സ്വീകരിക്കാനും അതിൽ ഏറ്റവും നന്നായി വ്യാപരിച്ച് നിൽക്കാനും നമ്മുടെ മനസ്സ് സജ്ജമാകേണ്ടതുണ്ട്. അങ്ങനെ സജ്ജമാകാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് നിരാശയും ദുഃഖവും വിഷവും മാത്രമായിരിക്കും സമ്മാനിക്കുക. അപ്പം കർമ്മത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുകയും കർമ്മത്തോടുള്ള നമ്മുടെ സമീപനവും ഈ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാകുമ്പോഴാണ് നമുക്കത് വിപരീതങ്ങളായ അനുഭവങ്ങളെ സമ്മാനിക്കുക. അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറയുന്നത് ഒരുപാട് പ്രവൃത്തികൾ ചെയ്തു കൂട്ടുക എന്നല്ല, നമുക്ക് നിയതി നൽകുന്ന അവസരങ്ങളെയും സൗകര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിക്കുക എന്നതാണ് കർമ്മം. ആ കർമ്മത്തിൽ തന്നെ അതിൻ്റെ ഫലവുമുണ്ട്. അപ്പം നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ഏറ്റവും സേഫ് സോണായി ഏറ്റവും സുരക്ഷിതമായി ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കർമ്മരംഗം എന്തോ അതാണ് നിയതിയുടെ സമ്മാനം. മനസ്സിലായില്ല? നമുക്ക് സ്വസ്ഥമായിരുന്നു കൊണ്ട് സന്തോഷപ്രദമായി ഏത് പ്രവൃത്തിയാണോ ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുന്നത് അതാണ് നിയതി നമുക്ക് നൽകിയിരിക്കുന്ന സമ്മാനം. ആ സമ്മാനത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് സന്നദ്ധമാകാത്തിടത്തോളം കാലം ജീവിതം എപ്പോഴും പരാതികളുടെയും പരിഭവങ്ങളുടെയും നെടുവീർപ്പകളുടെയും കുറ്റബോധത്തിൻ്റെയും സർവോപരി നിരാശയുടെയും ഫലമായിരിക്കും സൃഷ്ടിക്കുക. അതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു വെല്ലുവിളി. അപ്പം അതുകൊണ്ട് ഇവിടെ ശാസ്ത്രം പറയുന്നത് എന്താ? ഈ പറയുന്ന നമുക്ക് നിയതി, ഈ ലോകത്തേക്ക് മനുഷ്യനായി കടന്നു വന്ന നമുക്ക് നിയതി ഒരുക്കി വെച്ചിരിക്കുന്ന അവസരങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതിനോട് മനസ്സിനെ യോജിപ്പിക്കാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്താൻ ആ യോഗചര്യയിലേക്കാണ് പൃഥു നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിലുള്ള അനന്തമായ സാധ്യതകളെ മുഴുവൻ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിനൊരു മടിയും വെറുപ്പും ഉണ്ടായിരുന്നില്ല. ഭൂമിയാണ് നമ്മളെ ധരിക്കുന്നത്. നമ്മുടെ ജീവിതം ഉണ്ടായതും നിലനിൽക്കുന്നതും ഈ ജീവിതം അവസാനിക്കുന്നതും പൃഥ്വിയിലേക്കാണ്. അച്ഛനമ്മമാർ കഴിച്ച ആഹാരത്തിൽ നമ്മുടെ ശരീരം ഉണ്ടായി, ആ ശരീരം അന്നം കൊണ്ട് വളർന്നു, അന്നത്തിൽ നിലനിന്നു. അന്നം അല്ലാതാകുമ്പോൾ ഈ ശരീരം തന്നെ മറ്റു പലതിനും അന്നമായി തീരും. അപ്പം അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഊർജം, നമ്മൾ ആർജിച്ചിരിക്കുന്ന അറിവ്, നമ്മിലുള്ള കർമ്മശേഷിയെ മുഴുവൻ എത്രത്തോളം ഈ ലോകത്ത് അവസരങ്ങളെയും സാധ്യതകളെയും സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ അതെല്ലാം നാം എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത്തരത്തിലുള്ളൊരു പ്രചോദനവും പ്രേരണയുമായിരിക്കണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ നൽകേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതി, ഒരു പഠന സമ്പ്രദായം ഇതിൽ നിന്നൊക്കെ തികച്ചും അകന്നു മാറിയിട്ടാണ്. അപ്പം നമുക്കൊക്കെ അറിയാം നമ്മൾ എന്തെല്ലാം നിയമങ്ങളും എന്തെല്ലാം ശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാം ലോക മഹായുദ്ധവും അതിൻ്റെ കാരണങ്ങളും ഫലങ്ങളും എത്ര തല്ലുകൊണ്ട് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഓംസ്ല പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഇത് ഏതെങ്കിലും നമ്മൾ പഠിച്ച ഈ 10-12 വർഷക്കാലം വിദ്യാലയത്തിൽ നിന്നും കലാലയത്തിൽ നിന്നും പലതവണ കാണാതെ പഠിച്ചും എഴുതി പഠിച്ചും പരീക്ഷയ്ക്ക് എഴുതിയും പഠിച്ച എന്തെങ്കിലും അറിവുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പിൽക്കാലത്ത് ഉപയോഗപ്രദമായിട്ടുണ്ടോ? തുടർകാലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടില്ല. അതാണ് ഏറ്റവും ദിവസം ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠനമെന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് നിറച്ചു വെച്ചു. അത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ കോസ് തീറ്റയും സൈൻ തീറ്റയും മുതലായ കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗപ്രദമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും.
അപ്പം നമുക്ക് ലഭിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായ അറിവുകളായിരുന്നില്ല. പക്ഷെ അത് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് വളരെ വൈകി. ഇനി അത് തിരുത്താനും പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. ഇവിടെയാണ് ഭാഗവതം പോലുള്ള ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന കുറച്ചു കാലമുണ്ടല്ലോ, ജീവിതത്തിൻ്റെ ഇനിയുള്ള അവശേഷിക്കുന്ന കുറച്ച് ഏടുകൾ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. അറിയുമോ? നമ്മുടെ എക്സ്പയറി ഡേറ്റ് നമുക്കറിയില്ലല്ലോ. അതെന്നാ നന്നായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, ഡേറ്റ് ഓഫ് ഡെത്ത് നമ്മുടെ പക്കലില്ല. അതാണ് രസം. സംഭവിക്കുമെന്ന് 100% ഉറപ്പുള്ളതും എന്നാൽ എപ്പോഴാണ് സംഭവിക്കുക എന്നത് 1% പോലും ഉറപ്പില്ലാത്ത ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. സംഭവിക്കുന്ന 100% ഉറപ്പുണ്ട്, ബാക്കിയുള്ളതെല്ലാം ചില നിഗമനങ്ങൾ മാത്രമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കും, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ പൂർണ്ണമായും സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എന്ത്? മരണം. എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ, എപ്പോഴാണത് സംഭവിക്കുക എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ 1% പോലും ഉറപ്പില്ല ആ കാര്യത്തിൽ. 100% ഉറപ്പുണ്ട് സംഭവിക്കുമെന്ന കാര്യത്തിൽ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന, നോക്കൂ, നമ്മുടെ ഈ ഹൃദയം ഇങ്ങനെ മിടിച്ചു ഇരിക്കുന്നല്ലോ 72 തവണ 1 മിനിറ്റിൽ എന്ന കണക്കിന്. ഇതിൽ ഒരു തവണ മിടിക്കാതിരുന്നാൽ തീർന്നു നമ്മുടെ കാര്യം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിശ്ചലമാകാവുന്ന ഹൃദയവുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മരണം എന്നത് നമ്മുടെ തൊട്ടരികെയല്ല, നമ്മിൽ തന്നെയുണ്ട്. ആ യാഥാർത്ഥ്യം ഒന്ന് അഡ്മിറ്റ് ചെയ്യുക, അതിനൊന്ന് റിയലൈസ് ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിന് വലിയ വിലയും വലിയ സ്ഥാനവും നൽകും. അല്ലാത്തിടത്തോളം കാലം നമ്മൾ അലസരായിരിക്കും. ആ അലസതയുടെ പ്രതീകമാണ് ഇവിടെ വേനൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്യപൂർവമായി മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കാനാണ് ഋഷി ആഹ്വാനം ചെയ്യുന്നത്. അതാണ് കഠോപനിഷത്തിൻ്റെ ആഹ്വാനം. ക്ഷുരസ്യധാര നിശിതാദുരത്യയാം ദുർഗം പദസ്തത് കവയോ വദന്തി. കവികൾ, മഹാത്മാക്കൾ, അല്ലെങ്കിൽ ശാസ്ത്ര ചിന്തകളെ സ്വാധീനമാക്കിയവരെല്ലാം പറയണു ക്ഷുരസ്യധാര നിശിത ഗുഹത്യ. ഇത് ഈ മൂർച്ചയേറിയ ഈ വാൾമുനയുടെ മുകളിലൂടെ നടക്കുന്നതാണ് ഈ സത്യാന്വേഷണം. എപ്പോൾ വേണമെങ്കിലും പാളി പുറത്തേക്ക് പോകാം, എപ്പോൾ വേണമെങ്കിലും ആ യാത്ര മുറിഞ്ഞ് അവസാനിക്കാം. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, വളരെയധികം നിഷ്ഠയോടുകൂടി പാലിക്കേണ്ടതാണ് മനുഷ്യജീവിതത്തിലെ ഈ സത്യാന്വേഷണം അല്ലെങ്കിൽ ആത്മാന്വേഷണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലോകവ്യവഹാരങ്ങളിൽ പലവിധത്തുള്ള നേട്ടങ്ങൾ കൈവരിക്കുക എന്നതും അതുപോലെ പ്രധാനപ്പെട്ടതാണ്. അവയ്ക്ക് മുമ്പിൽ അലസരാകരുത്. അങ്ങനെ അലസരാകുമ്പോൾ നമ്മുടെ അവസരവും നമ്മുടെ ഊർജവും നമുക്കുള്ള നേട്ടങ്ങളുമെല്ലാം പാഴായി പോകുകയോ അതിൽ എത്താനുള്ള ദൂരം കൂടി വരികയോ ചെയ്യും. അപ്പം മനുഷ്യന് സാധിക്കാത്തതായിട്ട്, അവൻ്റെ കർമ്മശേഷിക്ക് സാധിക്കാത്തതായിട്ട്, അത് സാക്ഷാത്കരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നതല്ലേ നമ്മളിന്ന് അനുഭവിക്കണതെല്ലാം. എത്രയോ പേര്, എത്രയോ പൃഥുക്കളെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാം. എണ്ണിപ്പറയാൻ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും പരിചിതനായ മെട്രോമാൻ ഇ ശ്രീധരൻ അല്ലേ? പൃഥുവിൻ്റെ വർത്തമാനകാല ജീവിതത്തിലെ ഉത്തമ ഉദാഹരണമായി നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഈ കുറഞ്ഞ കാലയളവിൽ അസാധ്യമെന്ന് തോന്നിയേക്കാവുന്ന ഏതെല്ലാം നേട്ടങ്ങളെയാണ് ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിന്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി വിഭാവനം ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തത്. അപ്പോൾ സാധിക്കാത്തതല്ല. അപ്പോൾ അതിനുള്ള ശേഷി മനുഷ്യരിലുണ്ട്. അപ്പോൾ അവനവൻ്റെ കർമ്മരംഗത്തെ ഏറ്റവും മികച്ച രീതിയിൽ ആവിഷ്കരിക്കാനുള്ള ഇച്ഛാശക്തിയും അതിനുള്ള നിശ്ചയദാർഢ്യവും അതിനുള്ള കുശലതയും ഒരാളിൽ ഉള്ളത്, അത് ഉപയോഗിക്കാത്തിടത്തോളം കാലം നമ്മളൊക്കെ വേനന്മാരായി തീരും. അതായത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന നിലയിലെത്തും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ യുവാക്കളെ, പുതിയ തലമുറയെ അവർക്ക് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു കൊടുക്കുകയും അവർക്ക് ആദർശധീരതയും അധ്യാത്മ ജിജ്ഞാസയും വളർത്തുകയും അനിവാര്യമാണ്. ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു പ്രചോദനം ഭാരതത്തിലെ ഋഷി ഇവിടെ ഉപയോഗിക്കുന്നതായി കാണാം. ഉത്തിഷ്ഠത, ജാഗ്രത, എപ്പോഴും നമ്മൾ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കണം. അത് സാധനയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അധ്യാത്മ സാധനയുടെ, അതായത് ജീവിത ലക്ഷ്യം മോക്ഷമാണെന്ന് കണ്ട് ആ മോക്ഷത്തെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കും ഒരിക്കലും അലസത പാടില്ല എന്നാണ്. അവിടെയും അലസത നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും. നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, 80 കഴിയട്ടെ, 84 പൂർത്തിയാകട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ അവസരങ്ങളും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു കാലാവധിയും നമ്മിൽ നിന്ന് അകന്നു പോകുമെന്നല്ലാതെ പ്രയോജനമുണ്ടാകില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ, ഈ സന്ദർഭം നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, അവസരങ്ങളുള്ളപ്പോൾ
നമ്മുടെ ചിന്താശേഷി ഉണർന്ന് ഊർജ്ജസ്വലമായി നിൽക്കുമ്പോൾ, ബുദ്ധിയുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതിന് മുൻപ് ഈ അധ്യാത്മമായ ജ്ഞാനത്തെയും നമ്മുടെ ആ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ കർമ്മവ്യവസ്ഥയും സ്വായത്തമാക്കി അത് ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റേണ്ടതുണ്ട്. ഈ ഒരു ജീവിതശീലത്തെയാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് പ്രതിചരിതത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഉപനിഷത്ത് പറയുന്ന ഒരു ആഹ്വാനം, കർമാണി കുറുവന്നേവ ജിജീവിഷേതി ശതം സമാഹാൻ എന്നൊരു ആഹ്വാനമുണ്ട്. അതായത് 100 വർഷം, ഒരു നൂറ്റാണ്ടോളം ഞാൻ കർമ്മരംഗത്ത് ശോഭിച്ച് അതിൻ്റെ എല്ലാ നന്മകളെയും സ്വയം അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യും. ഇതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രതിജ്ഞ. എൻ്റെ മുമ്പിൽ വരുന്ന സന്ദർഭങ്ങളെ അത് ലോകത്തിൻ്റെ നന്മയ്ക്ക്, ചുറ്റുപാടുകൾക്ക് ഹിതകരമായ രീതിയിൽ, പ്രകൃതിയുടെ താളത്തിന് അല്പം പോലും ഭംഗം വരാത്ത രീതിയിൽ അവയോട് ചേർന്ന് അതിനോട് യോജിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് എൻ്റെ ജീവിതം ഞാൻ ഈ ലോകത്തിന് സമർപ്പിക്കും. അപ്പം എനിക്ക് മാത്രമല്ല, എൻ്റെ ചിന്താഗതികളാകട്ടെ, എൻ്റെ വാക്കുകളാകട്ടെ, എൻ്റെ പ്രവർത്തനങ്ങളാകട്ടെ, ഇതെല്ലാം ലോകത്തിൻ്റെ ക്ഷേമത്തിന്, മനുഷ്യരുടെ മാത്രമല്ല ലോകത്തിൻ്റെ ക്ഷേമത്തിന് ഉതകുന്നതായിരിക്കും. ഇതാണ് ഒരു ഭക്തൻ്റെ സമീപനം. ഭഗവത്ഗീത നമ്മളെ ഓർമ്മിപ്പിച്ചല്ലോ, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി. പത്രം പുഷ്പം ഫലം തോയം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ? തുളസിമാല, അങ്ങനെയുള്ള മാലകൾ കൊണ്ടുള്ളൊരു അലങ്കാരം, പിന്നെ നല്ല സ്വാദിഷ്ടമായ ഫലങ്ങൾ, പത്രം പുഷ്പം ഫലം തോയം. പിന്നെ ഇതാ നമ്മൾ ചിന്തിച്ച്, ഇതാണ് ഭക്തിയുടെ അനുഷ്ഠാനം എന്ന് പറഞ്ഞത്. പത്രം എന്ന് പറഞ്ഞാൽ എന്താ? കൈകൾ എന്നതിനെ അർത്ഥമെടുക്കാം. അപ്പം നമ്മുടെ കൈകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മറ്റുള്ളവർക്ക് ഹിതകരമായിരിക്കണം. അപ്പം എനിക്ക് തീരുമാനിക്കാം, ഈ ശ്ലോകത്തെ ആദർശമായി സ്വീകരിക്കുന്ന എനിക്ക് തീരുമാനിക്കാം, എൻ്റെ കൈകൾ കൊണ്ട് ഈ ലോകത്തിലെ ഒരു ജീവികൾക്കും ഹാനിയുണ്ടാകില്ല, ഒരാളുടെയും സ്വാതന്ത്ര്യത്തെയോ വ്യക്തിത്വത്തെയോ അമർച്ച ചെയ്യുകയോ അതിനെ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഈ കൈകളിൽ നിന്ന് സംഭവിക്കില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഇതാണ് എന്നെ സംബന്ധിച്ച പ്രതിജ്ഞ. അപ്പം അത് ഭഗവതിന് പൂജയാകും. അപ്പം എൻ്റെ ഈ കൈകൾ കൊണ്ട് ലോകത്തിലെ ഒരു ജീവിക്കും ഉപദ്രവം, ഹാനി ഉണ്ടാകാത്ത വിധത്തിൽ അതിന് ഏറ്റവും നന്നായി എഴുത്താകട്ടെ, വരകളാകട്ടെ, കർമ്മങ്ങളാകട്ടെ, എന്തുമാകട്ടെ, എന്ത് പ്രവൃത്തിയും മറ്റു മനുഷ്യർക്ക് ക്ഷേമമുണ്ടാകുന്ന തരത്തിലല്ലാതെ മറ്റൊരു വിധത്തിൽ ഞാൻ ഇതിനെ ഉപയോഗിക്കില്ല. അത് തീരുമാനിക്കാനും അത് പ്രാവർത്തികമാക്കാനുള്ള ഇച്ഛാശക്തി എന്നിലുണ്ട്. അതാണല്ലോ ശാസ്ത്രം പറയണത്, കർത്തും അകർത്തും അന്യഥാകർത്തും. എനിക്ക് ചെയ്യാം, എന്നാൽ ചെയ്യാതിരിക്കാം, അതിനെ മറ്റൊരു പ്രകാരത്തിൽ ഇവിടെ നിർവഹിക്കാം. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും, എന്നാൽ അവയെ കുറച്ചുകൂടി മനോഹരമാക്കി ആവിഷ്കരിക്കാനുള്ളൊരു സാധ്യത നമ്മിലുള്ളത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് വേനനെ പോലുള്ള ദുർഭരണാധികാരികൾ സമൂഹത്തിൽ എല്ലായിടവും ഉണ്ടാകുന്നത്. അത് ഉയർന്ന അധികാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല, നേതൃത്വം എന്ന ഏത് രംഗത്തും, നേതൃത്വ പാഠമുള്ള ഏത് രംഗത്തും ഈ ദുസ്ഥിതി കടന്നുകൂടാം. അതെവിടെയും, ഗൃഹത്തിലാകട്ടെ, സ്ഥാപനങ്ങളിലാകട്ടെ, പ്രസ്ഥാനങ്ങളിലാകട്ടെ, സംഘടനകളാകട്ടെ, മനുഷ്യത്വ കൂടുന്ന ഏതിടങ്ങളിലുമാകട്ടെ, ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്താഗതികളാണ് അവിടെയുള്ളവരുടെ ഉള്ളിൽ ഏറെയുള്ളതെങ്കിൽ, അവരെ ഭരിക്കുന്നതും നയിക്കുന്നതുമെങ്കിൽ, അവിടെയൊക്കെ പരിണിതഫലം ദുരന്തമായിരിക്കും, ദുഃഖമായിരിക്കും, ആത്മനാശമായിരിക്കും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു വിദ്യാർത്ഥിയായിരിക്കുന്നതിനെ സംബന്ധിച്ച് എൻ്റെ കർമ്മങ്ങൾ പൊതുമുതൽ നശിപ്പിക്കാത്തതും മറ്റു ജീവജാലങ്ങളുടെ സ്വൈരജീവിതത്തിന് ഹാനികരമാകാത്തതും മനുഷ്യർക്ക് ഒരിക്കലും ദോഷം വരാത്തതുമായി ഉപയോഗിക്കാൻ ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. ഈ പ്രതിജ്ഞാബോധത്തോടു കൂടിയായിരിക്കണം ഓരോ വിദ്യാർത്ഥിയും അവൻ്റെ പാഠശാലയിൽ നിന്നും പൊതുസമൂഹത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. പക്ഷെ അത്തരത്തിലുള്ള ഋഷിപ്രോക്തമായ ആഹ്വാനവും ആവേശവും നൽകുന്ന വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇനി എത്രയോ വളരേണ്ടതുണ്ട്, എത്രയോ മാറേണ്ടതുണ്ട്. ഇവിടെ വേനനിലേക്ക് ഋഷി ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ നിർജീവമായ വേനൻ്റെ ശരീരത്തിൽ നിന്നും അനന്തമായ സാധ്യതകളെ ആവിഷ്കരിക്കാനുള്ള അവസരം ഒളിഞ്ഞു കിടക്കുന്നതിനെ ഋഷി തട്ടി ഉണർത്തുകയാണ്. അവൻ്റെ ആത്മാഭിമാനത്തെയും അവൻ്റെ സ്വത്വത്തെയും അവൻ്റെ മുമ്പിൽ പിറന്നു വീഴാനുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും വിരൽ ചൂണ്ടിക്കൊണ്ട് ഉത്തിഷ്ഠത, ജാഗ്രത, ഉണർന്ന് പ്രവർത്തിക്കൂ, നിനക്ക് ഒരുപാട് നേടാനുണ്ട്. അപ്പോൾ ഒരിക്കലും നിരാശപ്പെടുത്താതെ, പിന്തിരിപ്പിക്കാതെ, അവരുള്ള നന്മകളെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട്, അഗ്നിസമാനമായി അവരെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മവീര്യവും അവരുടെ ഭൗതികമായ കരുത്തും സമന്വയിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ ഏതൊരു ഭരണാധികാരിയും തയ്യാറാകേണ്ടതുണ്ട്. അതെല്ലാം സാധിച്ചെടുത്തു പൃഥുവിൻ്റെ ജീവിതത്തിൽ.
അദ്ദേഹം ഭൂമിയെ കറങ്ങുന്നതിൻ്റെ മനോഹരമായൊരു ആവിഷ്കാരമുണ്ട്. നമ്മൾക്ക് എന്തെല്ലാം ഈ ഭൗതിക ലോകത്ത് സുഖസൗഭാഗ്യങ്ങൾക്കും സന്തോഷത്തിനും ആഹ്ലാദത്തിനും ആവശ്യമുണ്ടോ അതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് സ്വായത്തമാക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം അതിനെ ഉന്മൂലനം ചെയ്യാതെ അവയെ സംരക്ഷിക്കാനുമുള്ള നിലനിർത്താനുമുള്ള ഒരു സമീപനം പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഭൗമികമായ പദാർത്ഥങ്ങൾ നമ്മുടെ ഭൗതികമായ ജീവിതത്തിന് ശേഖരിക്കുന്നതോടൊപ്പം അതിൻ്റെ നിലനിൽപ്പിനെ നശിപ്പിക്കാതെ അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് തടസ്സം വരാത്തവണ്ണം അതിനെ പരിരക്ഷിക്കാനുള്ളൊരു സമീപനം അതും ഈ പ്രഭുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പൊതുവേ പറയുമ്പോൾ ഇതിലെല്ലാം ആധ്യാത്മികവും ദൈവികവുമായ ഒരു സമീപനം പുലർത്തുന്ന മികച്ച വ്യക്തിത്വങ്ങൾ എപ്പോഴും ഉയർന്ന ഭരണ കേന്ദ്രങ്ങളിലേക്ക് വളർന്നു വരേണ്ടതുണ്ട്. അപ്പം അങ്ങനെ യഥാ രാജ തഥാ പ്രജ എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ചിന്താഗതികൾ, അവരുടെ വീക്ഷണം, അവരുടെ സമീപനം, അവരുടെ ഉത്തരവാദിത്വ ബോധം, അവരുടെ വ്യക്തിപരമായ ഗുണസവിശേഷത ഇതെല്ലാം ഒരു രാഷ്ട്ര ശരീരത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കും. അപ്പം അങ്ങനെയുള്ള വളരെ കുറഞ്ഞ വ്യക്തികളെ ഉള്ളൂ എങ്കിലും ആ വ്യക്തിപ്രഭാവം, ആ വ്യക്തികളുടെ പ്രഭാവം ആ ദേശത്തെയും ആ രാഷ്ട്രത്തെയും ആ സമൂഹത്തെയും സർവോപരി ആ പ്രദേശത്തെയും പൃഥ്വിയെ ഒട്ടാകെ സ്വാധീനിക്കുമെന്നതാണ് ഭാഗവതം തുറന്നു പറയുന്നത്, ഭാഗവതം പൃഥ്വിയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് പ്രകൃതിയിൽ നിന്ന് എന്തും നേടാം, അതോടൊപ്പം അതിൻ്റെ നിലനിൽപ്പിനെ നശിപ്പിക്കുന്ന വരും കാലത്ത് അതിനെ ഉപയോഗിക്കാൻ വരും തലമുറകൾക്ക് കൂടി ആ അവസരം നിഷേധിക്കുന്ന ഒരു സമീപനം ഒരിക്കലും ഉചിതമല്ല. അതും കൂടി ശ്രീമദ് ഭാഗവതത്തിലൂടെ ഈ സന്ദർഭം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഒരാകത്തുകയായി പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ ഉൾത്തലത്തിൽ നിന്നും രൂപപ്പെടുന്ന സ്പന്ദനങ്ങൾ അത് വാക്കായി, പ്രവൃത്തിയായി, സ്വഭാവമായി, സംസ്കാരമായി പരിണമിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും എത്രമാത്രം ശ്രദ്ധയോടെ, എത്രമാത്രം തപപ്രഭാവത്തോടുകൂടി അതിനെ രൂപപ്പെടുത്തേണ്ടതുണ്ട്, അതിനുള്ള നിർദ്ദേശങ്ങൾ എത്രമാത്രം നമ്മുടെ ധർമ്മസാഹിത്യങ്ങളിലുണ്ട് എന്ന് നമ്മുടെ സമൂഹം ഇനിയും പഠിക്കട്ടെ. അപ്പം ഭാഗവത പഠനം എന്നത് കേവലം ഇത് ചാൻറ്റ് ചെയ്യാൻ, വായിക്കാൻ പഠിക്കുക മാത്രമല്ല, അതതിൻ്റെ ഒന്നാമത്തെ ഘട്ടം മാത്രമാണ്. രണ്ടാമത് പഠിക്കാൻ വേണ്ടി വായിക്കേണ്ടതുണ്ട്. ആദ്യത്തെ ഘട്ടം വായിക്കാൻ പഠിക്കാം, ഇതിൻ്റെ പദങ്ങളും അതിൻ്റെ ഉച്ചാരണ രീതികളും അതിൻ്റെ മനോഹരമായൊരു ആവിഷ്കാരവുമൊക്കെ നമുക്ക് സ്വായത്തമാക്കിയെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ പഠിക്കാൻ വേണ്ടി വായിക്കുമ്പോൾ നമുക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ടി വരും. ഇതിലെ പല പദങ്ങളും പല സൂചനകളും പല സന്ദർഭങ്ങളും പല സാഹചര്യങ്ങളും പല സംവാദങ്ങളും പല സ്തുതികളുമെല്ലാം ഇതെല്ലാം ഭാരതം ലോകത്തിന് മുമ്പിൽ സമ്മാനിച്ച വിശിഷ്ട മൂല്യങ്ങളുടെയും തത്വചിന്തകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും ഒക്കെ മനോഹരമായ കാവ്യാവിഷ്കാരങ്ങളും ജീവിതഗന്ധിയായ പാഠങ്ങളുമാണെന്ന് ബോധ്യം വരും. അപ്പോൾ ഭാഗവതം എന്നത് കേവലം ഒരു പുരാണ ഗ്രന്ഥമാകാതെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മകഥയായി ഭാഗവതം മാറും. ഇതെല്ലാം ഇപ്പം പൃഥ്വിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എത്രയധികം കർമ്മങ്ങളാണ് ഓരോരുത്തർക്കും ഈ ലോകത്ത് ചെയ്യാനുള്ളത്. ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച്, കുടുംബജീവിതത്തിൽ വ്യാപരിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപാട് കർത്തവ്യങ്ങളും ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ഒരുപാട് ചുമതലകളും ഒക്കെ അവരിലേക്ക് അതാത് സമയത്ത് വന്നു ചേരും. ഇപ്പം കുടുംബ പരിപാലനം എന്ന് പറയുന്ന ഒരു ചെറിയ ചുറ്റളവിൽ മാത്രം നിൽക്കുകയല്ല, അവരുടെ എല്ലാ പ്രവൃത്തികളും ആ പ്രവൃത്തിയിൽ കർമ്മത്തിന് അപ്പുറത്തേക്ക് യജ്ഞത്തിൻ്റെ രൂപത്തിൽ നിർവഹിക്കാനാണ് ഭാഗവതം നിർദ്ദേശിക്കുന്നത്. കർമ്മം വ്യക്തിഗതമായും യജ്ഞം സാമൂഹികമായും നിലനിൽക്കുന്നു. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം, അവരുടെ നേട്ടങ്ങളെല്ലാം, അവരുടെ സമ്പാദ്യങ്ങളെല്ലാം ആ വ്യക്തിയെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നതല്ല, ഒരു സമൂഹത്തെ, ഒരു തലമുറയെ ഒട്ടാകെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് അവരുടെ കർമ്മം മുഴുവനും. അത്തരത്തിൽ കുറച്ചുകൂടി തുറന്ന് വിശാലമായി ചിന്തിക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു, ഒരാളെ യോഗ്യനാക്കുന്നു ശ്രീമദ് ഭാഗവതത്തിലെ പൃഥ്വി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കേവലം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി അദ്ദേഹത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അപ്പോൾ ഇത് ഭരണാധികാരികളുടെ ചുമതലയല്ലേ, നമുക്കിതിൽ യാതൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കലല്ല. നമുക്ക് പറ്റുന്നതാണ്. ഇതെല്ലാം ചില ആൾക്കാരുടെ മാത്രം ധർമ്മ സംരക്ഷണം എന്നത് ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ മാത്രം ഉത്തരവാദിത്വവും നമ്മളതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരുമാണെന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും തന്നെ ധർമ്മ സംരക്ഷണത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന ഈ ശാസ്ത്ര അവബോധവും കൂടിയാകുമ്പോൾ ആ കർമ്മം സ്വാഭാവികമായും യജ്ഞമായി തന്നെ പരിണമിക്കും. അപ്പം എൻ്റെ പ്രവൃത്തി എന്നത് എന്നെ സംബന്ധിച്ചു മാത്രമല്ല, ഈ സമൂഹത്തെ സംബന്ധിച്ചു മാത്രമല്ല, വരാൻ പോകുന്ന ഒട്ടനവധി തലമുറകളെ കൂടി അനുഗ്രഹിക്കാനുള്ളതാണ്.
അങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപകൽപ്പന ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും പൃഥുവിൻ്റെ ജീവിതം നമുക്ക് വളരെയധികം പ്രചോദനം ചെയ്യുന്നു. ഒരു ഭരണാധികാരി എന്നതിനപ്പുറത്തേക്ക് പൃഥുവിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ എല്ലാവരും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജീവിക്കുന്നത് പൃഥ്വിയിലാണ്. പൃഥ്വിയുടെ അനുഗ്രഹമാണ്, പൃഥ്വിയുടെ സമ്മാനങ്ങളാണ് നമ്മുടെ ജീവിതം. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പൃഥ്വി സന്തതികളല്ലേ. അച്ഛനമ്മമാർ കഴിച്ച ആഹാരത്തിൻ്റെ അംശമാണ് നമ്മളായി രൂപപ്പെടുന്നത്. അവർ കഴിച്ച, അമ്മ കഴിച്ച ആഹാരത്തിൽ നിന്നും സ്വാംശീകരിച്ച സൂക്ഷ്മമായ കണികകളാണ് നമ്മുടെ ശരീരത്തെ രൂപകൽപ്പന ചെയ്തത്. അതിൽ വേറെ ഒരാൾക്കും ഇടപെടാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഇത് മൂന്നാമത്തെ സ്കന്ധത്തിൽ കപിലോപദേശത്തിൽ അമ്മയോട് മകൻ ഈ കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്ന നാൾ വഴികൾ, അതിൻ്റെ രൂപരേഖ, അതിൻ്റെ ഉത്പത്തി, പരിണാമം, വികാസം, അതിൻ്റെ പര്യവസാനം, അതിൻ്റെ ആ ഒരു പ്രകടനം, ഇതെല്ലാം വഴിയാമണ്ണം കപില മഹർഷി അമ്മയ്ക്ക് വിശദീകരിച്ചു കൊടുത്ത് നമ്മൾ കേട്ടതാണ്. അപ്പം അതുകൊണ്ട് ഈ കർമ്മയോഗം എന്നത് കേവലം ചില ആൾക്കാരെ മാത്രം ബാധിച്ചു നിൽക്കുന്നതല്ല. നമ്മളെല്ലാവരും ആ കർമ്മവ്യവസ്ഥയിലും കർമ്മനിയമത്തിലും ഉൾപ്പെട്ടവരാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ ഈ ശാസ്ത്രശ്രവണവും ശാസ്ത്രപഠനവും പ്രയോജനരഹിതമായി തീരും, ശബ്ദസ്പന്ദനങ്ങൾ മാത്രമായി തീരും. അപ്പം ആ ഒരു ഉത്തരവാദിത്വ ബോധം എന്നിലേക്ക്, ഞാൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അതെൻ്റെ കുടുംബത്തിലോ എൻ്റെ ഔദ്യോഗിക മേഖലയിലോ മാത്രമല്ല, അതിന് വലിയ മാനങ്ങളുണ്ട്, വലിയ തലങ്ങളുണ്ട് എന്ന് ഓരോരുത്തരെയും ചിന്തിപ്പിക്കാൻ ശ്രീമദ് ഭാഗവതം ഈ പൃഥുവിലൂടെ ഒരു അവസരം അല്ലെങ്കിൽ ഒരു സന്ദർഭം കാഴ്ചവെക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഇത്തരത്തിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും അതിനേക്കാൾ ഉപരി ഈ ജീവിതം എന്നത് അധ്യാത്മ സാക്ഷാത്കാരത്തിനുള്ള മികച്ച അവസരമായി കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷമതകളെയും ചെറിയ പ്രശ്നങ്ങളെയും ചെറിയ പ്രതിസന്ധികളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ പലപ്പോഴും ഇമോഷണലി അൺബാലൻസ്ഡായി മാനസികമായ തളർച്ചയ്ക്ക് വിധേയരായിത്തീരും. ഭക്തി എന്നത് അത്തരത്തിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം അതാണ്. വൈകാരികമായി മാത്രം ഭക്തിയെ കാണുകയും അതിൽ മാത്രം ഒരു രസവും സുഖവും കണ്ട് നമ്മുടെ ആ നല്ല കാലം മുഴുവൻ പാഴാക്കിക്കളയും ചെയ്യുന്നൊരു വിധത്തിലേക്ക് പോകാതിരിക്കാൻ ഇവിടെ ശ്രീമദ് ഭാഗവതം ഭക്തിക്ക് കൃത്യമായ ഒരു രൂപരേഖ നമുക്ക് നൽകുന്നുണ്ട്. ഒരുപാട് ഭക്തന്മാരെ ശ്രീമദ് ഭാഗവതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കുന്ന സമയത്ത് ഈ വർത്തമാനകാലത്ത് അതെങ്ങനെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തണം. പൃഥു ചെയ്തതുപോലെ വലിയൊരളവിൽ പൃഥു ചെയ്തു എങ്കിൽ ആ ചെറിയ പൃഥ്വിയുടെ അംശമായ നമുക്കും ഈ ലോകത്ത് പലതും ചെയ്യാനുണ്ടാകും. അപ്പം എന്നിൽ നിന്ന് പുറപ്പെടുന്ന വാണികളുണ്ടല്ലോ, എൻ്റെ വാക്കുകൾ, പത്രം, പുഷ്പം, ഫലം, തോയം. പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പത്രം, നമ്മുടെ കൈകൾ. അത് എപ്പോഴും നമ്മുടെ കൈകൾ എപ്പോഴും ലോകത്തിന് അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കണം. എൻ്റെ വിരല്, എൻ്റെ കൈകൾ ഒരാൾക്കും ഹാനികരമാകരുത്, ഭീഷണിയാകരുത്, ഭയമുണ്ടാകരുത്. കഴിയാവുന്നിടത്തോളം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കണം. അതിനുള്ള കരുത്തെന്നിലുണ്ട്. ആ കരുത്തിനെ ഏറ്റവും ശ്രേഷ്ഠമായി ആവിഷ്കരിച്ച ഒരാളെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്, പൃഥുവിനെ. അപ്പോൾ അത്രയും വലിയ കഴിവുകളുള്ള ഒരു മനുഷ്യജന്മത്തിൽ എനിക്ക് സാധിക്കാവുന്നിടത്തോളം എനിക്ക് ചെയ്യാം. അത്യാവശ്യം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കാമല്ലോ. എൻ്റെ കൈകൾ ഒരാൾക്ക് ഭീഷണിയാകാതിരിക്കാമല്ലോ. അവരിൽ ഉദ്വേഗമോ ഭയമോ സൃഷ്ടിക്കാതിരിക്കാമല്ലോ. മറ്റൊരാളുടെ അധീനതയുള്ള സമ്പത്തോ മറ്റേതെങ്കിലും എടുക്കാൻ എൻ്റെ കൈ നീളുന്ന സമയത്ത് എനിക്കെൻ്റെ നിയന്ത്രണമോട് ഏർപ്പാടാക്കാമല്ലോ. അത് പാടില്ല. അരുത് എന്ന് വിലക്കി ആ ദുഷ്പ്രവൃത്തിന് എനിക്ക് ആ കൈകളെ പിൻവലിക്കാമല്ലോ. ഇതേ കൈകൾ നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ. ഇങ്ങനെ സ്വയം പരിശീലിക്കേണ്ടതുണ്ട്. അപ്പോൾ പൃഥു നമ്മിൽ അവതാരമായി തീരും. അപ്പം ഏതോ കാലത്ത് ഒരു പൃഥു ജനിച്ചു, ഭഗവത് അവതാരമായി തീർന്നു എന്നതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ഈ പൃഥു എന്ന അവതാര വിശേഷം നമ്മിലൂടെ അവതരിക്കുന്നില്ല എങ്കിൽ ഈ പഠനവും ഈ കേൾക്കലുമെല്ലാം പാഴ്വേലയായി, സമയം പോക്കലായി, വേണമെങ്കിൽ പറയാം ഒരു എൻ്റർടൈൻമെൻറ്റായി അവസാനിക്കും, ഒരു വിനോദ പരിപാടിയായി അവസാനിക്കും. അപ്പം പൃഥു നമ്മിൽ അവതരിക്കണം, പൃഥുവിലൂടെ നാം അവതരിക്കേണ്ടതുണ്ട്. അപ്പം പത്രം, പുഷ്പം, നമ്മുടെ വാക്കുകളുണ്ടല്ലോ, മറ്റൊരാളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാകരുത്, അവരുടെ സന്തോഷത്തെയും സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കുന്നതാവരുത്. മറിച്ച് അവർക്ക് പ്രചോദനമാകണം, അവർക്ക് ആശ്വാസമാകണം, അവർക്ക് പ്രയോജനപ്രദമാകണം. അങ്ങനെയുള്ള വാണികളായിരിക്കണം എന്നിൽ നിന്നുണ്ടാകേണ്ടത്. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന, ഭയം സൃഷ്ടിക്കുന്ന, അവരുടെ ഉള്ളിൽ ആശങ്കകൾ വിതയ്ക്കുന്ന ഒരു തരത്തിലുള്ള വാക്കും എൻ്റെ വായിൽ നിന്ന് ഉണ്ടാകരുത്. ഭദ്രം കരുണേഭി ശൃണുയാമദേവാഹ ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്രാഹ. ശാന്തിമന്ത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രായോഗിക പാഠമാണത്. പുഷ്പം അതാണ് വാടാത്ത പൂക്കൾ. ബാക്കി നമ്മൾ ഈ പുഷ്പാർച്ചന ഉപയോഗിക്കുന്ന ഇതെല്ലാം തന്നെ ഒരു സമയം കഴിഞ്ഞാൽ അത് വാടി അതിൻ്റെ സൗരഭ്യവും ഭംഗിയും നഷ്ടപ്പെടും.
പക്ഷെ വാടാത്ത പുഷ്പങ്ങൾ ഏതാ? നമ്മുടെ വാക്പുഷ്പങ്ങളാണ്. അതിൻ്റെ സൗന്ദര്യമുണ്ട്, അതിനൊരു സൗരഭ്യമുണ്ട്, അതിനുള്ളിൽ ഒരു സ്വാദുണ്ട്, മധുരമുണ്ട്. അപ്പം മധുരം നിറഞ്ഞ സൗരഭ്യം തുളുമ്പുന്ന സുഗന്ധപുഷ്പങ്ങളായി നമ്മുടെ വാക്കുകൾ മാറട്ടെ. അപ്പോൾ നമ്മൾ പൃഥുവാകും. അല്ലാണ്ട് വേറൊരു പൃഥു ഇവിടെ വരാനില്ല. പത്രം, പുഷ്പം, ഫലം, തോയം. എന്താ തോയം? നേരത്തെ പറഞ്ഞു, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനെങ്കിൽ അതിലെന്താ ആശ്ചര്യം. സഹജീവികൾക്ക് അവരുടെ ജീവിതത്തിലൊരു പ്രതിസന്ധിയോ ഒരു ദുരന്തമോ വിഷമോ ഉണ്ടാകുമ്പോൾ കണ്ണ് നിറയുന്നില്ല, ഇവിടെ ഒരു തുള്ളി കണ്ണുനീര് പൊടിയുന്നില്ല എങ്കിൽ നമ്മൾ മനുഷ്യരാകില്ല. അപ്പം ഇതാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ നിവേദ്യങ്ങൾ: പത്രം, പുഷ്പം, ഫലം, തോയം. അപ്പം ഇത്തരത്തിൽ പൃഥുവായി സ്വയം മാറാനുള്ള, അതിലൂടെ ഒരു യജ്ഞമായി സ്വന്തം ജീവിതത്തെ ഈ ലോകത്ത് ആവിഷ്കരിക്കാനുള്ള, അവതരിപ്പിക്കാനുള്ള വലിയ ഒരു ആദർശത്തെ അല്ലെങ്കിൽ ഒരു സന്ദേശത്തെ, നിർദ്ദേശത്തെ ഈ ചരിതം ഉൾക്കൊള്ളുന്നു. അപ്പം നമ്മൾ വേനന്മാരാകാതെ പൃഥുവായി ജീവിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും. വേനന്മാരിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സാധ്യതകളെയും തച്ചുടയ്ക്കുന്നവൻ, എല്ലാ സാധ്യതകളെയും, എല്ലാ നന്മകളെയും മേന്മകളെയും മാറ്റിവെച്ചുകൊണ്ട് സ്വാർത്ഥതയിലും സ്വന്തം താല്പര്യത്തിലും മാത്രം ഒഴുകി ജീവിക്കുന്ന വേനന്മാരായി മാറാതെ എപ്പോഴും ഊർജ്ജസ്വലരായി, ഉന്മേഷവാന്മാരായി, മറ്റുള്ളവർക്ക് പ്രചോദനമായി, മറ്റുള്ളവർക്ക് എപ്പോഴും പിന്തുണയായി നിൽക്കുന്ന ഉത്കൃഷ്ട വ്യക്തികളായി മാറാൻ ഈ പൃഥുവിൻ്റെ ചരിതം ശ്രവണവും അതിൻ്റെ അനുസന്ധാനവും നമുക്ക് വളരെ പ്രചോദനമായി തീരും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് പൃഥുവിനെ കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, ജീവിതത്തിലുടനീളം കർമ്മ രംഗത്ത് വ്യാപിച്ചു നിൽക്കുന്നിടത്തോളം പൃഥു നമുക്കൊരു മാർഗനിർദ്ദേശകനായിരിക്കണം, ഒരു പ്രചോദകനായിരിക്കണം. അപ്പം നമ്മുടെ കൈകളും നമ്മുടെ വാക്കും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എപ്പോഴും വേനനെ പോലെ തരം താണതും അധപതിച്ചതുമാകാതെ എപ്പോഴും ഉത്കൃഷ്ടമായിരിക്കണം, ഔന്നത്യത്തെ പുൽകുന്നതായിരിക്കണം. അത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പെരുമാറാനും കഴിയുന്ന ഒരു വ്യക്തിത്വമായി നമുക്ക് വളരാൻ സാധിക്കും. ആ സാധ്യത നമ്മിലുള്ളത് തട്ടിയുണർത്തുകയാണ് ഋഷിപ്രോക്തമായ ആശയങ്ങളും മൂല്യങ്ങളും അടങ്ങുന്ന ഈ സിദ്ധാന്തങ്ങൾ അടങ്ങുന്ന ഈ പുണ്യകൃതികളെ അല്ലെങ്കിൽ ഈ രചനകളെ വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നത്. അവിടെ ശ്രീമദ് ഭാഗവതം അവസാനിപ്പിക്കുന്ന സമയത്ത് ഋഷി രേഖപ്പെടുത്തി, തത് ശൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേത് നരഃ. തത് ശൃണ്വൻ, അത് യഥാവിധി കേൾക്കണം. എങ്ങനെ കേൾക്കണം? ആ കേൾക്കുന്നത് എങ്ങനെയായിരിക്കണം? അതിനും നിർദ്ദേശമുണ്ട്. എങ്ങനെ? ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. അപ്പം ധ്യാനാവസ്ഥിതമായൊരു മനോവൃത്തിയിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ശാസ്ത്രശ്രവണത്തിൻ്റെ പൂർണ്ണ പ്രയോജനം നമ്മിൽ സിദ്ധിക്കുകയുള്ളൂ. അപ്പം ധ്യാനാവസ്ഥിത മനസ്സുണ്ടാകണമെങ്കിൽ എന്തു വേണം? സാത്വികമായ കർമ്മങ്ങളെ നാം സ്വീകരിക്കുകയും അത് ശ്രദ്ധാപൂർവം നിർവഹിക്കുകയും ചെയ്യണം. ആ സാത്വികമായ കർമ്മങ്ങളെ നമുക്ക് ചുറ്റുപാടുമുള്ളിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതിൽ വ്യാപരിച്ചു നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ക്രമേണ നമ്മുടെ മനസ്സ് അന്തർമുഖമാകും. ഒരു അധ്യാത്മ തത്വാന്വേഷണത്തിന് മനസ്സ് സ്വയം സമർത്ഥമാകും, സജ്ജമാകും. അപ്പോൾ നമ്മൾ അധികാര തലത്തിൽ ഉയർന്നു വരും. അപ്പോൾ ഉത്തമനായ, യോഗ്യനായ, ശ്രേഷ്ഠനായ ഒരു ആചാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് അതിൻ്റെ ഒരു തെളിമ അല്ലെങ്കിൽ അതിന് കൃത്യമായൊരു വിവരണം നമുക്ക് സ്വാഭാവികമായും വന്നു ചേരും. അപ്പം അതുകൊണ്ട് ഇവിടെ പൃഥുചരിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് മാത്രമല്ല പ്രകൃതിക്കും ലോകത്തിനും എപ്പോഴും ഉപകാരപ്രദമാകട്ടെ, എപ്പോഴും നന്മയുണ്ടാകുന്നതാകട്ടെ. അതിൽ നിന്ന് വിരുദ്ധങ്ങളാവിൽ നമ്മൾ സ്വയം മാറി നിൽക്കുകയും അത്തരം വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ഒരുപാട് സാത്വികമായ മനസ്സുകൊണ്ടും സാത്വികമായ പ്രവൃത്തി കൊണ്ടും അതിനെ നിയന്ത്രിക്കുന്നതാകട്ടെ. അങ്ങനെ ഒരു ശക്തിയെ രൂപപ്പെടുത്തുന്നതിനും അതിന് മനുഷ്യ മനസ്സിനെ സജ്ജമാക്കുന്നതിനും ഈ ഭാഗം നമുക്ക് വളരെ പ്രചോദനമാകും. അവസാനം പൃഥു ഇതിൻ്റെ രാജ്യഭാരം വിട്ട് പൂർണ്ണസമയ സാധകനായി, തപസ്വിയായി, ജീവിത ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുന്നതിന് മുൻപ് പ്രജകളെയും, അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ഈ ഭാഗവതത്തിൽ മറ്റിടങ്ങൾ കാണാം. ഋഷഭൻ്റെ ഉപദേശവും ഇവിടെ നോക്കുക ഇതേ സമാനമായ ഒരു ഭാഗമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ കർമ്മരംഗത്തിൽ നമ്മൾ വിരമിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഇത്രയും കാലം നമ്മൾ ആർജിച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അനുഭവ സമ്പത്ത്, അത് നമ്മുടെ പിൻഗാമികൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മുടെ പക്കലുണ്ടാകണം. ഇപ്പം ചോദിക്കുന്നു, നമ്മൾ ഭാഗവതത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നമ്മളൊരു 50 വർഷം കഴിഞ്ഞു, വേണ്ട 55 റിട്ടയറായി, 60 കൂടി കഴിഞ്ഞാൽ നമ്മൾ കർമ്മരംഗത്ത് നിന്ന് പൂർണ്ണമായും വിരമിക്കേണ്ടവരാണ്. തൻ്റെ ഉദ്യോഗം, പദവി കഴിഞ്ഞു, തൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി, തനിക്ക് ഇടപെടാനുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും കുറഞ്ഞു തുടങ്ങി, എല്ലാം കഴിഞ്ഞു.
അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒരു 10-60 വയസ്സൊക്കെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വിവാഹത്തിന് അനുഗ്രഹം തേടാൻ വരുന്ന പേരക്കുട്ടികളോടോ നമ്മുടെ ബന്ധുക്കൾ ആരോടെങ്കിലും നമ്മുടെ അടുത്ത് വരുന്നവരോട് ഇത്രയും കാലം ആർജിച്ച ഈ കർമ്മരംഗത്ത് വ്യാപരിച്ച് എനിക്ക് ഈ ലോകം എന്ത് പാഠം നൽകി, എന്താണ് എന്നെ സംബന്ധിച്ച് ലോകം എനിക്ക് നൽകിയ അനുഭവ പാഠങ്ങൾ, ഞാനിതാ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി പറയാൻ നമുക്ക് എന്തുണ്ട്? നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ത് പാഠമുണ്ട്? ഈ ലോകത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് ഈ 10-80 വർഷക്കാലം ഈ ലോകയാത്രയിൽ സഞ്ചരിച്ച എനിക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ എന്ത് എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവാത്മകമായ അറിവുണ്ട്, അത് ഞാൻ നേടിയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ പക്കൽ എന്തുണ്ട്? പലപ്പോഴും ഇല്ല. കാരണം പറയാറുണ്ടല്ലോ, കലത്തിലുണ്ടെങ്കിലേ കയ്യിലുണ്ടാകൂ. കാലത്തിലൊന്നുമില്ല. ഇങ്ങനെ ജീവിച്ചു മരിച്ചു എന്നല്ലാണ്ട്, കുറേ ഇങ്ങനെ പോയി എന്നല്ലാണ്ട് ഒന്നും സ്വകീയമായിട്ടില്ല, സ്വായത്തമാക്കിയിട്ടില്ല. അവിടെ പൃഥു ഇത്രയും കാലം ഈ സർവ്വ സൗഭാഗ്യങ്ങളിലും സമ്പത്തിൻ്റെ ഔന്നത്യത്തിലും ജീവിച്ചപ്പോഴും അദ്ദേഹം സ്വായത്തമാക്കിയ വിശിഷ്ടമായ മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, ഉയർന്ന തത്വചിന്തകൾ ഉണ്ടായിരുന്നു. അതിനപ്പുറം കൃത്യമായ ദിശാബോധം ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്നു. ഇതെവിടെയാണ് നമ്മളെ കൊണ്ട് എത്തിക്കുക? പരമമായ ശാന്തിയിലും സംതൃപ്തിയിലും സന്തുഷ്ടിയിലും നിറവിലും ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ ഇഹലോക ജീവിതവാസം അവസാനിപ്പിക്കാനുള്ള ആ ഒരു നിലയിലേക്ക് പൃഥുവ് ചെന്നെത്തുന്നതാണ് ഇതിൻ്റെ പര്യവസാനം. ഇതുപോലെ കർമ്മരംഗം എന്നത് നമ്മുടെ അന്ധകരണത്തിൻ്റെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണെന്നും അത് എപ്രകാരം നിർവഹിക്കണമെന്നും ഉപദേശിക്കുന്നതോടൊപ്പം ഇത് ആത്മസാക്ഷാത്കാരത്തിനുള്ളൊരു ഉപായമായി പൃഥുവിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മിൽ പൃഥു അവതരിക്കട്ടെ, നമ്മിലൂടെ പൃഥു ആ അവതാരം പ്രാവർത്തികമാകട്ടെ, നാം പൃഥുവിലൂടെ ജീവിക്കട്ടെ. അതിനുള്ള ഒരവസരവും സൗകര്യവും ജഗദീശ്വര കൃപയാൽ ഈ ഭൂമണ്ഡലത്തിൽ, ഈ പുണ്യഭൂമിയിൽ നമുക്കുണ്ടായി. വലിയൊരു പാരമ്പര്യത്തിൻ്റെയും വിശിഷ്ടമായ ഒരു പൈതൃകത്തിൻ്റെയും സന്തതികളായി നമ്മൾ ഈ മണ്ണിൽ ജീവിച്ചു. ഏതാണ്ട് 4500 കിലോഗ്രാം ആഹാരവും പിന്നെ വേഷവിധാനങ്ങളും ഒക്കെ കൊണ്ട് ആടിയ ഈ ജീവിതം അവസാനം പട്ടടയിൽ എരിഞ്ഞു തീരാനും പുഴുക്കൾക്ക് റേഷനായി തീരാനുമുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഈ മനുഷ്യജന്മത്തിൽ ഒട്ടേറെ സാധ്യതകളുണ്ട്. അത് പരമാത്മ ജ്ഞാനസിദ്ധിയുടെ പരിപൂർണതയായ ജീവൻ മുക്തി വരെ അത് നീണ്ടു നിൽക്കുന്നു. അപ്പം അത്രയും ദീർഘദൂരമായ ഒരു യാത്രയിലേക്ക് പൃഥുചരിതം നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് തന്നെയായിരുന്നു നമ്മുടെ പുരാണ സാഹിത്യങ്ങളുടെയൊക്കെ ആഹ്വാനം. ഇതായിരുന്നു. ഇപ്പോൾ ഉത്തിഷ്ഠത ജാഗ്രത എന്ന് കഠോപനിഷത്ത് സൂചിപ്പിച്ചതുപോലെ എടുത്തു പറഞ്ഞത് എന്താ? വസിഷ്ഠൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞ് എല്ലാ ദിവസവും വിളിച്ചുണർത്തിയിരുന്നത് എങ്ങനെയാണ്? ഇതേ ഇപ്പോൾ കാര്യം പറഞ്ഞു തന്നെ. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല. നമ്മുടെ കുട്ടികളെ വിളിച്ചു പോത്തുപോലെ കിടന്നുറങ്ങണമെന്നാണ് പറയണം. പിന്നെ കഴുതാന്ന് വേറൊരു വിളി. അപ്പം നമ്മൾ ഇങ്ങനൊരു വിളിയും സമീപനമാണെങ്കിൽ നമ്മളൊക്കെ വേനന്മാരാണ്. നമ്മുടെ കുട്ടികളെ വിളിച്ചുണർത്തുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും അവർക്ക് പ്രചോദനമായിരിക്കണം, അവർക്ക് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള പ്രേരണയും പിന്തുണയുമായിരിക്കണം. നമ്മളതല്ല, കുറേ എല്ലാത്തിനും പിന്തിരിപ്പൻ നടപടികളാണ്. ഒന്നും ചെയ്താൽ ശരിയാവില്ല, ഒരു കാര്യം അവർ ചെയ്താൽ ശരിയാവില്ല എന്നതാണ് നമ്മുടെ സമീപനം. ഒരു കാര്യത്തിലും അവരെ സ്വതന്ത്രമായി ചിന്തിക്കാനും പെരുമാറാനും ലോകത്തിൽ പല അനുഭവങ്ങളും നേടാനും നമ്മൾ വിട്ടുകൊടുക്കില്ല. എല്ലാം എപ്പോഴും അങ്ങനെയാണ്. എല്ലാറ്റും നമ്മളുണ്ടായാലേ പറ്റൂ. അതല്ല, അവർ വളരട്ടെ. അവർ നമ്മിലൂടെ വന്നവർ മാത്രമാണ്. അവർ നമ്മുടെ കുട്ടികളാണെന്ന് ശാഠ്യം പിടിക്കല്ല. അവർ നമ്മിലൂടെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചവരാണ്. പ്രകൃതി അവരെ ഇവിടേക്ക് അയച്ചതാണ്. അവരിവിടെ വളരട്ടെ. അവർക്കൊപ്പം നമ്മളും വളരേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ വളരുന്നില്ല. നമ്മുടെ മനസ്സ് മാറുന്നില്ല, ചിന്താഗതികൾ മാറുന്നില്ല, സമീപനത്തിനൊരു നവീകരണം വരുന്നില്ല. ബാക്കി അവരിങ്ങനെ വളർന്നു വരികയാണ്. അവരുടെ ശരീരം വളരുന്നതോടൊപ്പം അവരുടെ ചിന്താഗതികൾ വളരുന്നുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകൾ വളരുന്നുണ്ട്, അവരുടെ സമീപനത്തിന് മാറ്റം വരുന്നുണ്ട്. അതിനനുസരിച്ച് മാതാപിതാക്കളുടെ മനോഭാവവും സമീപനവും വളരാത്തത് കൊണ്ടാണ് പലതരത്തിലും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അത്തരത്തിൽ ലോകജീവിതം നമുക്ക് അനുഭവങ്ങളുടെ വലിയൊരു സമ്പാദ്യമായി നമ്മുടെ പിൻഗാമികൾക്ക് യഥാസമയത്ത് പകർന്നു കൊടുക്കാനുള്ള ഒരു നിധിനിക്ഷേപമായി തീരാൻ ഈ ഭാഗം നമുക്ക് പ്രചോദനമാകട്ടെ, പ്രേരണയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ജഗദീശ്വരപാദത്തിലും ഋഷിപരമ്പരയുടെ തൃപ്പാദ പത്മങ്ങളിലും സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.